അതിനകത്ത് നമുക്ക് ആദ്യം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി വേണം നമുക്ക് ഗ്രാഫ് വരയ്ക്കാനേ. ടൈമിനകത്ത് നോക്ക് 0, 1, 2, 3, 4, 5. അതിൻ്റെ അർത്ഥം എന്താണ്? 5 സെക്കൻഡ് വരെയുള്ള ഒരു മോഷനാണ് കാണിച്ചിരിക്കുന്നത്. വെലോസിറ്റി അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്തുവാ? വെലോസിറ്റി എന്തുവാ? മൂവ് ചെയ്യണ ഒരു ഒബ്ജക്റ്റിനാണ് എന്തുള്ളത്? വെലോസിറ്റി ഉള്ളത്. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ബോഡി എന്ത് ചെയ്യാണ്? മോഷനിലാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം അതും മറന്നു പോകരുത്. അപ്പം 0 എപ്പോഴും ഒരു വെലോസിറ്റി ആണെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം? ഒരേ വെലോസിറ്റി പോണ ബോഡിനെ വിളിക്കുന്ന പേരെന്താണ്? അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? യൂണിഫോം മോഷൻ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചാണ്, അതൊക്കെ ഒന്ന് നോക്കണേ. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ വെലോസിറ്റിയിലായിരിക്കും പോകണം. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ പൊസിഷൻ എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ വെലോസിറ്റി പോകുന്നു, ഒരേ സ്പീഡിൽ പോകണമെങ്കിൽ യൂണിഫോം സ്പീഡ്. ഓക്കെ, അതൊന്നും മറന്നു പോകരുത്. വെലോസിറ്റി ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം. പ്രവേഗ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ത്വരണം ഉണ്ടാവും. അതൊക്കെ പഠിച്ചിട്ടുള്ളേ, അതൊന്നും മറന്നു പോകരുത്. അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിലോട്ടൊക്കെ വരാൻ. അപ്പം നോക്ക്, ഇവിടെ ടൈം നോക്ക് 0, 1, 2, 3, 4, 5 സെക്കൻഡ്. 5 സെക്കൻഡ് ഞാൻ ഒരു വസ്തുവിനെ ഒബ്സർവ് ചെയ്യാണ്, ഒരു ബോഡി ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എങ്ങനെ മാറുന്നുണ്ടോ? മാറുന്നുണ്ട്. ആദ്യം എത്രയായിരുന്നു? ഞാൻ നോക്കി തുടങ്ങിയപ്പോഴേ ബോഡി മൂവിങ് ആയിരുന്നു. അതാണ് അതിൻ്റെ വെലോസിറ്റി എത്രയായിരുന്നത്? 2 മീറ്റർ പെർ സെക്കൻഡ് ഇരിക്കുന്നത്. അടുത്ത 1 സെക്കൻഡ് ആയപ്പോൾ 2ന് വെലോസിറ്റി കൂടി. എത്രയായി? 4 മീറ്റർ പെർ സെക്കൻഡ് ആയി. അടുത്തതോ 6 മീറ്റർ പെർ സെക്കൻഡ് ആയി. അടുത്തതോ 8. അടുത്ത 4ന് 10, 5ന് 12. അങ്ങനെ മാറി മാറി വന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വെലോസിറ്റി കൂടുകയാണ് അല്ലേ? അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? y ആക്സിലാണ് നമ്മൾ വെലോസിറ്റി കൊടുക്കുന്നത്. അപ്പോൾ അതൊരു ഇൻക്രീസിങ് മോഡലിലായിരിക്കും എന്ന് ആദ്യം മനസ്സിൽ ഓർക്കുക. വെലോസിറ്റി ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇത് യൂണിഫോം മോഷൻ ആണോ? അല്ല. യൂണിഫോം മോഷൻ ആണെങ്കിൽ ഒരേ വെലോസിറ്റി വരണം. അപ്പോൾ ഒരേ വെലോസിറ്റി വരുന്ന ഗ്രാഫുകൾ നമുക്ക് പറയാം. ഒരേ വെലോസിറ്റി വരുന്ന ഗ്രാഫുകൾ നമുക്ക് വരയ്ക്കാം. പിന്നെ ഞാൻ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നോക്കും. അപ്പോൾ ഇത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറയുന്നെങ്കിൽ നമ്മൾ പറഞ്ഞാൽ റിട്ടാർഡേഷൻ ആണ്, മന്ദീകരണം. ഇവിടെ ഇപ്പോൾ ത്വരണമുള്ള ഒരു മോഷനാണ്. അതായത് വെലോസിറ്റി കൂടുകയാണ്. 2, 4, 6, 8, 10 ഇങ്ങനെ കൂടി പോവുകയാണ് സമയത്തിനനുസരിച്ച്. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെയായിരിക്കും ഗ്രാഫ്. ഈ രീതിയിലായിരിക്കും ഗ്രാഫ് വരുന്നത്, ഇൻക്രീസിങ്. അപ്പോൾ അത് വരയ്ക്കുന്നതിന് മുമ്പ് അത് മനസ്സിൽ വേണം. അപ്പോൾ ഇനി അത് വെച്ച് അങ്ങ് വരച്ചാൽ മതി. ഇങ്ങനെ 0ക്ക് 0 ആണോ? അല്ല, 2 ആണ്. ഞാൻ പറഞ്ഞു 0 മുകളിലോട്ട് പോവാ 2. സ്കെയിൽ അടയാളപ്പെടുത്തിയൊന്നും പറയണ്ടല്ലോ. സ്കെയിലിനുണ്ട് 1, 2, 3, 4, 5, 6 ആണ്. നമുക്ക് അടയാളപ്പെടുത്താം. മറ്റേത് 2, 4, 6, 8 ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 തൊട്ട് 12 വരെ അല്ലാതെ നാച്ചുറൽ നമ്പർ എഴുതി നിങ്ങളൊക്കെ എഴുതാം. 1, 2, 3, 4 കണക്ക്. അവിടെ സ്കെയിൽ മാറും. ഇവിടെ സ്കെയിൽ എന്തുവാ? 10 മില്ലിമീറ്റർ ഇക്വൽ ടു എക്സ് ആക്സിൽ 1 സെക്കൻഡ്. കണ്ടാ, ഓരോ സെക്കൻഡാണ് മാറുന്നത്. ഓരോ വരകൾ നമ്മൾ എഴുതുമ്പോഴും എത്ര സെക്കൻഡ് വെച്ചാണ് മാറുന്നത്? ഓരോ സെക്കൻഡ് വെച്ചിട്ടാണ് മാറുന്നത്. ഇവിടെ y ആക്സിലാണെങ്കിൽ നോക്കുക, യൂണിറ്റ് ശ്രദ്ധിക്കുക, വെലോസിറ്റി ആണ്. ഓരോ യൂണിറ്റ്, ഓരോ ഇതിന് നമ്മൾ ഒരു യൂണിറ്റ് എന്നാണ് പറയുന്നത്. ഓരോ യൂണിറ്റുകളും മാറുമ്പോൾ എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ചാണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തിയേക്കാം 0, 2. ഇതാണ് പോയിന്റ്. പെട്ടെന്ന് നോക്കാം. 1, 2, 4. 1ന് 4 ആണ്. 1ന് 4. അപ്പോൾ 1ന് മുകളിലോട്ട് വരയ്ക്കുക, 4ന് വലത്തോട്ട് വരയ്ക്കുക. ഇതാണ് പോയിന്റ്. ഓക്കെ, അടുത്ത 2ന് 6 ആണ്. 2ന് മുകളിലോട്ട് വരയ്ക്കുക, 6ന് വലത്തോട്ട് വരയ്ക്കുക. അതായത് അടുത്ത ബോഡി വരയ്ക്കുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വരെ നമ്മൾ സ്കെയിലിട്ട് വരയ്ക്കണം. 3ന് മുകളിലോട്ട് വരയ്ക്കുക, 8ന് വലത്തോട്ട് വരയ്ക്കുക. അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ്. അടുത്ത 4ന് മുകളിലോട്ട് വരയ്ക്കുക. 4ന് എത്രയാണ്? 10 ആണ്. 10ന് വലത്തോട്ട് വരയ്ക്കുക, രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അടുത്ത 5ന് 12 ആണ്. അപ്പോൾ 5ന് മുകളിലോട്ട് വരയ്ക്കുക. 12ന് വലത്തോട്ട് വരും. അപ്പോൾ ഇത് മീറ്റ് ചെയ്യണ പോയിന്റ് എടുക്കുന്ന ലൈൻ മാറിപ്പോകരുത്. 5ന് വേണം വരാനത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണ 2-ലല്ലേ വെലോസിറ്റി. ഇപ്പോൾ 2 വേണം തുടങ്ങാൻ. 0 എന്നായിരുന്നെങ്കിൽ നമുക്ക് അതിന് തുടങ്ങാം. സ്കെയിലിട്ട് വരച്ച ഒറ്റ ലൈനിൽ നിൽക്കും കേട്ടോ. ഇതിലാകുമ്പോൾ ചെറിയ ഓളം മതി. നമ്മൾ അളന്ന് കറക്റ്റ് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ നിൽക്കും. കണ്ട, നമ്മൾ പറഞ്ഞ രീതിയിലല്ലേ വന്നേക്കണം. ഇൻക്രീസിംഗ് അല്ലേ? കണ്ട, വെലോസിറ്റി കൂടെയല്ലേ? അപ്പോൾ ഇത് യൂണിഫോം മോഷൻ ആണോ ചോദിക്കുക. ഇത് യൂണിഫോം മോഷൻ ആണോ?
അല്ല, യൂണിഫോം മോഷൻ ആണെങ്കിൽ എന്താവണം? വെലോസിറ്റി മാറരുത്. ഇതെന്ത് ഗ്രാഫ് ആണെന്ന് ആദ്യം നോക്കണം. ഇത് യൂണിഫോം മോഷൻ ആണെന്ന് ചോദിക്കുമ്പോൾ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആകുമ്പോൾ എന്താണ് y ആക്സിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രാഫിന്റെ ഉയർച്ചയും താഴ്ചയൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? വെലോസിറ്റിയിലുള്ള റേഞ്ച് ആണ്. സോ ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് മോഷൻ എന്ന് പറയാം? ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ നമുക്ക് അതിന് ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ? ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്തുവാ? v മൈനസ് യു ബൈ ടി. എന്താ v? v എന്താ? അന്ത്യപ്രവേഗം അഥവാ ഫൈനൽ വെലോസിറ്റി. u എന്തുവാ? ഇനിഷ്യൽ വെലോസിറ്റി. ടി എന്തുവാ? അതിനെടുത്ത ടൈം. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ ബൈ ടൈം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ. ആ ചേഞ്ചിനെടുത്ത ടൈം, വെലോസിറ്റി ചേഞ്ചിനെടുത്ത ടൈം. ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഇത് നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാമേ. ഞാൻ ചോദിക്കുന്നു, 1 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെ, എത്ര വരെ? 1 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെ ഇതൊരു വെഹിക്കിൾ ആണെന്ന് വെച്ചു, ഒരു കാർ ഓടിയതിന്റെ ഇത് കാണിച്ചേക്കും. പയ്യാണ് പോയെന്ന് വെച്ചു. 1 സെക്കൻഡ് തൊട്ട് 3 സെക്കൻഡ് വരെ കാറിനുണ്ടായ ആക്സിലറേഷൻ എത്ര? അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ അറിയാം, v മൈനസ് യു ബൈ ടി. കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. സോ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി ആണ് ആദ്യം നോക്കുക. ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടോ? ഇനിഷ്യൽ തുടങ്ങിയപ്പം 1:3 അല്ലേ? അപ്പൊ ഇനിഷ്യൽ 1ന്റെ ആണ്. അപ്പൊ 4 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ 1:3 ആണ് പറഞ്ഞത്. 3 സെക്കൻഡ് ആയപ്പോ എത്രയായി? 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ 4ൽ നിന്ന് എത്രയിലേക്ക് ആടി? 8ലോട്ടായി. ടൈമോ 1 സെക്കൻഡിൽ നിന്ന് 3 സെക്കൻഡ്. അപ്പോൾ 4 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 8 മീറ്റർ പെർ സെക്കൻഡ് വരെ ആകാൻ എത്ര സമയം എടുത്തടായി? 1 നിന്ന് 3 സെക്കൻഡ് ആയപ്പോൾ എത്ര സമയം എടുത്തു? 2 സെക്കൻഡ് അല്ലേ എടുത്താ? ആ 2 സെക്കൻഡ് കൊണ്ടല്ലേ ഇവന്റെ വെലോസിറ്റി 4ൽ നിന്ന് 8 ആയത് അല്ലേ? അപ്പൊ ആ ടിയുടെ ടൈം ഇതാണ്. ഈ ഡിഫറൻസ് വേണം എടുക്കാൻ, അല്ലാതെ ഇതിലുള്ള ടൈം അല്ല. എത്ര ടൈം എടുത്തു എന്നാണ്. വെലോസിറ്റി ചേഞ്ചിന് എടുത്ത ടൈം വേണം നമ്മൾ ആക്സിലറേഷനിൽ കാണിക്കാൻ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എടുത്തെഴുതിയാൽ എന്തൊക്കെ വരും? v എത്ര? 8 മീറ്റർ പെർ സെക്കൻഡ്. u എത്ര? u എത്രയുടെ? 4 നല്ല 8ലോട്ട് ചാടിയത്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം എത്ര? 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 4ൽ നിന്ന് 8 ആയി. അപ്പൊ ഇനിഷ്യൽ 4, ഫൈനൽ 8. അപ്പൊ 8 നിന്ന് 4 കുറച്ചാൽ വെലോസിറ്റി ചേഞ്ച് കിട്ടും. v മൈനസ് യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ആണ്. സോ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് യു. 8 നിന്ന് 4 കുറച്ചാൽ എത്ര? 4 ബൈ ടൈം. ടൈം എത്ര ടൈം എടുത്തു? 1 നിന്ന് 3 സെക്കൻഡ് ആവാൻ എത്ര സമയം എടുത്തു? 2 സെക്കൻഡ്. ആ 2 സെക്കൻഡ് കൊണ്ടാണ് ഈ വെലോസിറ്റി ചേഞ്ച് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് എടുത്തത്. സോ 4/2 എത്ര? 2. യൂണിറ്റ് ശ്രദ്ധിക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ആക്സിലറേഷൻ കാണുന്നത് എങ്ങനെയാ? v മൈനസ് യു ബൈ ടി. വിയും യുവും ടിയും എല്ലാം നമുക്ക് ഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. ഇനി ഈ ടേബിൾ ഉണ്ടായിരുന്നോ നമ്മൾ ടേബിൾ നോക്കി എഴുതി. ചിലപ്പോൾ ഈ ടേബിൾ തന്നേക്കൂല, നമ്മൾ ഗ്രാഫിൽ നോക്കി എഴുതേണ്ടി വരും. ഈ ടേബിളില്ലേ, ഇനി നമ്മൾ ഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് ടേബിളിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതെങ്ങനെ ചെയ്യുന്നു നമുക്ക്. ഇതാണ് സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതാണേ, ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഗ്രാഫില് 0 സെക്കൻഡ് മുതൽ എത്ര സെക്കൻഡ്? 4 സെക്കൻഡ് വരെയുള്ള ആക്സിലറേഷൻ കാണണം, അഥവാ ത്വരണം. എത്ര വരെ? ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ. ഇത്ര ടൈം ഇന്റർവെൽ തന്നേക്കും. 0 to 4 സെക്കൻഡ്. 0 സെക്കൻഡ് തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള എന്ത് കാണണം? ആക്സിലറേഷൻ കാണണം. അപ്പൊ നോക്കണം, 0 സെക്കൻഡ് ആയിരുന്നപ്പോൾ അവന്റെ വെലോസിറ്റി എത്ര? 2. 4 സെക്കൻഡ് ആയിരുന്നപ്പോൾ ഉള്ള വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? മുകളിലോട്ട് നോക്കുക, ഗ്രാഫിൽ ഏത് പോയിന്റ് ആണ് ടച്ച് ചെയ്തേക്ക് നോക്കുക. ഇതാണ്. അവിടെ നിന്ന് ഇടതോട്ട് നോക്കുക. ഇത്രയാണ് 10 ആണ് കിടക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 4 സെക്കൻഡ് ആയിരുന്നപ്പോൾ 10 ആയിരുന്നു അവിടുത്തെ വെലോസിറ്റി. സോ ശ്രദ്ധിക്കുക, നോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന. 4 സെക്കൻഡിൽ വെലോസിറ്റി എത്ര കാണണ്ടേ? എന്തിനാണ് അത് കാണണം? ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്തുവാ? v മൈനസ് യു ബൈ ടി ആണ്. v എന്തുവാ? ഫൈനൽ വെലോസിറ്റി. u എന്തുവാ? ഇനിഷ്യൽ വെലോസിറ്റി.
ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം, യു എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം. അവസാനം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്ര, ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി എത്ര. അപ്പൊ എവിടെ തൊട്ട് എവിടെ വരെയാണ് നമുക്ക് വേണ്ട, 0 തൊട്ട് 4 വരെ. അതായത് 0 സെക്കൻഡിലെ പ്രവേഗവും വേണം, വെലോസിറ്റിയും വേണം, 4 സെക്കൻഡിലെ വെലോസിറ്റിയും വേണം. 0 സെക്കൻഡ് എത്രയായിരുന്നു, 0 നിന്ന് മുകളിലോട്ട് നോക്കിയാൽ എത്രയാണ് ഈ പോയിന്റ്, എത്രയാണ് 2. അപ്പൊ ഇങ്ങനെ തുടങ്ങുമ്പോഴേ 0 നല്ല സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ്, മുകളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം 0 ആ പോയിന്റ് ആയിരിക്കും അവിടുത്തെ സ്റ്റാർട്ടിങ്. 0 സെക്കൻഡിൽ എത്ര, 2 ആണ് സ്റ്റാർട്ട്. അടുത്തത് ഇവിടെ എത്തുമ്പോഴോ, ഇവിടെ 4 സെക്കൻഡിൽ മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റാണ്. സോ അതുകൊണ്ടാണ് അവിടെ 2 എടുത്തത്. ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ ഈ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റാണ്. അത് നമ്മൾ എത്രയും നോക്കാം, ഇടത് ഭാഗത്തോട്ട് നോക്കുക. ഇവിടെ നമുക്ക് ഇടത് ഭാഗത്തോട്ട് പോകേണ്ട കാര്യമില്ല, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇടത് ഭാഗത്തോട്ട് പോയി നോക്കുമ്പോൾ എത്രയാണ്, 10 ആണ് കിടക്കുന്നത്. അപ്പൊ അതിന് മനസ്സിലാക്കേണ്ടത് 0 സെക്കൻഡ് സമയത്ത് 2 മീറ്റർ പെർ സെക്കൻഡും 4 ആയപ്പോൾ അത് എത്രയായിട്ട് മാറി, 10 മീറ്റർ പെർ സെക്കൻഡും ആയിട്ട് മാറി. സോ നമുക്ക് ഇവിടെ നിന്ന് യു വി എടുത്ത് എഴുതാം, എത്രയാണ് 10 മീറ്റർ പെർ സെക്കൻഡ്. യു എത്ര, യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നത്, 2 മീറ്റർ പെർ സെക്കൻഡ്. സോ 0 നിന്ന് 4 ആയപ്പോൾ 2 നിന്ന് 10 ആയിട്ട് മാറി വെലോസിറ്റി. ഓക്കെ, അപ്പൊ v is equal to 10, u is equal to 2 meter per second. ഇനി ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, v മൈനസ് u 10 മൈനസ് 2 ഡിവൈഡഡ് ബൈ t. ടൈം എത്രയാണ്, ടൈം എത്ര, 0 ആണോ 4 ആണോ, അതിലുള്ളതല്ല ടൈം, ഇതിന്റെ ഡിഫറൻസ് ആണ് ടൈം. 4 മൈനസ് 0 അല്ലേ, ആ വെലോസിറ്റി ചേഞ്ചിന് എടുത്ത ടൈമാണ്. 2 നിന്ന് 10 ആവാൻ അവൻ എത്ര സമയം എടുത്തു, ആ കാർ എത്ര സമയം എടുത്തു, കാറാണെന്ന് വെച്ചു, ആ കാർ എത്ര സമയം എടുത്തു, 4 സെക്കൻഡ് എടുത്തു. സോ അവിടുത്തെ ടൈം 4. ഈ 4 അല്ലേ, ഇവിടെ 4 ഇടുന്നോണ്ടല്ലേ ഞാൻ ഇവിടെ എഴുതിയത്. ഇതിന്റെ ഡിഫറൻസ് 4 ആയതുകൊണ്ടാണ് അവിടെ 4 എഴുതിയത്. ഇവിടെ ഇപ്പൊ 1 ആയിരുന്നെങ്കിൽ ആ ഡിഫറൻസ് 4 വരത്തില്ല, 4 1 കുറച്ച് 3 കിട്ടും. അതുകൊണ്ട് ഈ 4 അതേപോലെ എടുത്ത് മനസ്സിലാകരുത്, ഇതിന്റെ ഡിഫറൻസ് എടുത്ത് വേണം എഴുതിയത്. 4 0 കുറച്ചപ്പോൾ 4 കിട്ടി, അതുകൊണ്ടാണ് അവിടെ 4 എഴുതിയത്. ഇത് അതേപോലെ എടുത്ത് എഴുതിയതല്ല. സോ അതിന്റെ ടൈം ഡിഫറൻസ് എത്ര, 4 സെക്കൻഡ്. സോ 10 2 കുറച്ച് എത്ര, 8, 8/4. ആൻസർ എത്ര, 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, മറന്നല്ലേ. സോ ഇവിടെ അങ്ങനെ വേണം നമ്മൾ ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കാൻ. ഗ്രാഫ് എന്ന് എടുത്ത് പ്രോബ്ലം ചെയ്യും. ഇതുപോലത്തെ പ്രോബ്ലംസ് ടെക്സ്റ്റിൽ കിടപ്പുകൊണ്ട് ഗ്രാഫ് എന്ന് കണ്ടുപിടിച്ച് ചെയ്യാനുള്ളത്. സോ അത് നോക്കി കണ്ടുപിടിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, യൂണിഫോം വെലോസിറ്റിയുടെ കാര്യം. യൂണിഫോം വെലോസിറ്റി, അതായത് വെലോസിറ്റി മാറാൻ നിൽക്കുന്ന കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രാഫ് വരുന്നതെന്ന് പറയാമോ? വെലോസിറ്റി മാറാൻ നിൽക്കുകയല്ലേ, ഞാൻ പറഞ്ഞില്ലേ, മാറാൻ നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് എന്തായിരിക്കും, ഇങ്ങനെ ഇരിക്കും. എക്സ് ആക്സിന് പാരലായിട്ട് സമാന്തരമായിട്ടായിരിക്കും പോകുന്നത്. എക്സ് ആക്സിന് സമാന്തരമായിട്ട് ഇങ്ങനെ പോകും. കണ്ടോ, ഇത് ഈ ഗ്രാഫ് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്, ഈ ആർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി മാറാതെ ഇങ്ങനെ ടൈമിനനുസരിച്ച് മാറാതെ നിൽക്കുന്നു. ഈ ക്വാണ്ടിറ്റി എന്താണ്, വെലോസിറ്റി ആണ്. കാരണം y അക്ഷത്തിൽ അഥവാ y ആക്സിൽ എന്താണ് കൊടുത്തേക്കുന്ന, വെലോസിറ്റി ആണ്. സോ അവിടെ 6 ആണ് കൊടുത്തേക്കുന്ന വെലോസിറ്റി. 6 മീറ്റർ പെർ സെക്കൻഡിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. നമ്മൾ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ 0 തൊട്ട് 5 6 ഒക്കെ എഴുതുമ്പോഴും അവിടുത്തെ വെലോസിറ്റിയുടെ കോളത്തിൽ എത്ര തന്നെ എഴുതും, 6 തന്നെ എഴുതും. കാരണം അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ വരച്ച ആക്സിലറേഷൻ മോഷൻ ആണ്, അവിടെ നമുക്ക് വെലോസിറ്റി ചേഞ്ച് ഉള്ളതുകൊണ്ടാണ് ആക്സിലറേഷനെ കണ്ടുപിടിക്കാൻ പറ്റുക. ഇവിടെ യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷനിൽ എന്ത് വ്യത്യാസമില്ല, വെലോസിറ്റിക്ക് വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ 0 ആണ്. ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയെന്ന് ചോദിച്ചാൽ 0 ആണ്. കാരണം ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും എല്ലാം 6 തന്നെ. സോ ആൻസർ എത്ര, 0. അപ്പൊ ഇവിടെ ചിലപ്പോൾ ഡാറ്റാസ് തരണമെന്നില്ല, 2 4 6 ഒന്നും തരണമെന്നില്ല. ചുമ്മാ ഒരു ഗ്രാഫ് വരച്ചിട്ട് ഇവിടെ വെലോസിറ്റി, ഇവിടെ ടൈം, എന്നിട്ട് ഇങ്ങനെ വരച്ചേക്കും. അപ്പൊ ചോദിക്കും, ഈ ഗ്രാഫിൽ നിന്ന് ഉള്ള ബോഡിയുടെ മോഷൻ അവസ്ഥ എന്താണ്, സ്റ്റേറ്റ് എന്താണ്? അപ്പൊ നമ്മൾ സ്റ്റേറ്റ് ഓഫ് മോഷനാണ്, കാരണം അതിന് വെലോസിറ്റി ഉണ്ട്. അപ്പൊ അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവേഗം ഉണ്ട്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരേ പ്രവേഗത്തിലാണ് പോകണം. ടൈമിനനുസരിച്ച് എന്തില്ല, മാറ്റമില്ല. നിങ്ങളിത് കണ്ട് ചാടിക്കയറി ഉടനെ റെസ്റ്റ് എന്ന് എഴുതി വെക്കുന്നത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് എഴുതി കളയുന്നത്. കാര്യം എന്താണ്, നേരത്തെ നമ്മളൊരു ഗ്രാഫ് വരച്ചു, ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ പൊസിഷൻ ആയിരുന്നു, ഇവിടെ ടൈം, എന്നിട്ട് നമ്മൾ പറഞ്ഞ് റെസ്റ്റ് എന്ന്. കാരണം പൊസിഷനാണ് ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നത്. ഇപ്പൊ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്നു കഴിഞ്ഞാൽ ആ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്തെന്ന് പറയാം, റെസ്റ്റിലാണ്. കാരണം പൊസിഷൻ മാറുന്നില്ലല്ലോ, മൂവ് ചെയ്താലേ പൊസിഷൻ മാറും. അപ്പൊ അവിടെ റെസ്റ്റിലാണ്. പക്ഷെ ഇവിടെ മാറാൻ നിൽക്കുന്ന ക്വാണ്ടിറ്റി ആണ്. y ആക്സിൽ നോക്കണം ഏതാണ്, ഇവിടെ വെലോസിറ്റിയാണ്. v കൊടുത്തേക്കുന്ന വെലോസിറ്റിയാണ്.
വെലോസിറ്റി മാറാവുന്ന റെസ്റ്റിലാണെന്നല്ല, വെലോസിറ്റി ഉണ്ടെന്ന് വെച്ചാൽ തന്നെ അർത്ഥം മൂവ് ചെയ്യണമെന്നാണ്. അപ്പം വെലോസിറ്റി മാറില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരേ വെലോസിറ്റി പോകണമെന്നാണ്. ഒരേ വെലോസിറ്റി പോകണമെന്ന് പറയുന്ന പേരെന്താണ്? യൂണിഫോം മോഷൻ. ഓക്കെ, യൂണിഫോം മോഷൻ. ഈ യൂണിഫോം മോഷന്റെ പൊസിഷൻ ഡയഗ്രാഫ് നമ്മൾ നേരത്തെ വിട്ടുപോയി, അത് ഒന്ന് വരയ്ക്കണം. യൂണിഫോം വെലോസിറ്റിയിലെ പൊസിഷൻ ഡയഗ്രാഫ്. അതായത് ഒരേ വെലോസിറ്റി ആയിട്ട് നിൽക്കണമെങ്കിൽ പൊസിഷൻ ഡയഗ്രാഫ് എങ്ങനെ വരും? പൊസിഷൻ ഡയഗ്രാഫ് ഒരിക്കലും ഇങ്ങനെ വരത്തില്ല, അറിയാമല്ലോ. കാരണം എന്താണ്? പൊസിഷൻ ഡയഗ്രാഫ് ഇങ്ങനെ വന്നാൽ റെസ്റ്റിലാണ്. അപ്പം റെസ്റ്റിലല്ല, ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, അത് ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച പലതും യൂണിഫോം മോഷന്റെ ഗ്രാഫുകളാണ് പൊസിഷൻ ഡയഗ്രാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യും. അതാണ് യൂണിഫോം മോഷന്റെ കണ്ടീഷൻ. ഒരേ ഡിഫറൻസ് ആയിരിക്കും ഓരോ സമയം കഴിയുന്തോറും എടുക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പം പൊസിഷൻ ഡയഗ്രാഫ് ഇതാ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കുകയാണ്. പൊസിഷൻ തിരിച്ചാണ് ഇട്ടേക്കണം. നോക്കണേ, ഇവിടെ സമയം 1 സെക്കൻഡ് 2 മീറ്റർ, 2 സെക്കൻഡ് 4 മീറ്റർ, 3 സെക്കൻഡ് 6 മീറ്റർ, സെക്കൻഡ് 8 മീറ്റർ. ഇങ്ങനെ പോകും. നമുക്കൊരു പാറ്റേൺ പോലെ നമുക്ക് പറയാൻ പറ്റും. 1 സെക്കൻഡ് 2 മീറ്റർ, 2 സെക്കൻഡ് 4 മീറ്റർ, 3 സെക്കൻഡ് 6 മീറ്റർ, 4 സെക്കൻഡ് 8 മീറ്റർ. ഉണ്ടാ പൊസിഷൻ പോകുന്ന കണ്ടാ? ഓരോ സെക്കൻഡിലും 2 മീറ്റർ 2 മീറ്റർ വെച്ചാണ് കൂടുന്നത്. ഇങ്ങനെ തുല്യ ഇന്റർവെല്ലിൽ തുല്യമായിട്ട് ഇങ്ങനെ പൊസിഷൻ മാറുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഇവിടെ എല്ലാം നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരേ വെലോസിറ്റി ആയിരിക്കും. ഇവിടെ എല്ലാം വെലോസിറ്റി കണ്ടുപിടിച്ചു. വെലോസിറ്റി എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ പൊസിഷന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 4 മീറ്ററും 2 മീറ്ററും ഡിഫറൻസ് എത്ര? 2 മീറ്റർ. ടൈം എത്ര സമയം കൊണ്ടാണ് ഇവിടെ? 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡിൽ നിന്ന് 2 സെക്കൻഡിലോട്ട് ആകുമ്പോൾ വ്യത്യാസം എത്രയാണ്? 1 സെക്കൻഡ് ആണ്. അവിടെ ടൈം എത്ര? 1 സെക്കൻഡ് വ്യത്യാസം. സോ 2/1 ആണ് അവിടുത്തെ വെലോസിറ്റി. 2/1 എത്ര ആൻസർ? 2 മീറ്റർ പെർ സെക്കൻഡ്. ഈ 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഇവിടത്തെ എല്ലാം വെലോസിറ്റി. ഓരോ ടൈം കഴിയുമ്പോഴും നമ്മൾ വെലോസിറ്റി ഇതേപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടും. വെലോസിറ്റി മാറത്തില്ല, ഒരേ വെലോസിറ്റിയാണ്. സോ ഒരേ വെലോസിറ്റി പോകുന്ന അഥവാ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഡേറ്റ വിവരങ്ങൾ പട്ടികപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇതേപോലെ ഇരിക്കും. ഒരു പാറ്റേൺ പോലെ പോകും. ലെഫ്റ്റ് സൈഡ് ഓരോ സെക്കൻഡിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന പൊസിഷനിലുള്ള ഡിഫറൻസ് അത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴും നമുക്ക് എങ്ങനെ ഇരിക്കുന്നു? 1 സെക്കൻഡ് 2 മീറ്റർ, 1 സെക്കൻഡ് 2 മീറ്റർ, 2 സെക്കൻഡിൽ 4 മീറ്റർ. ഇങ്ങനെയൊക്കെ നിങ്ങൾ വരച്ചോളാം. ഞാൻ ജസ്റ്റ് അതിനനുസരിച്ച് ഡോട്ട് ഇടുകയാണ്. 3 സെക്കൻഡിൽ 6 മീറ്റർ, 4 സെക്കൻഡിൽ 8. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരും. നമ്മളെല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുമ്പോൾ കാണണ്ട ഇങ്ങനെയായിരിക്കും ഗ്രാഫ്. നമ്മൾ നേരത്തെ ഇതേപോലെ ഗ്രാഫുകൾ വരച്ചല്ലേ? ആ ഗ്രാഫുകളിലുള്ള പൊസിഷൻ ഡയഗ്രാഫിലുള്ള എല്ലാ ഗ്രാഫുകളിലും ഇതേപോലെ വരച്ച ഗ്രാഫ് എല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? യൂണിഫോം മോഷൻ എക്സാമ്പിൾ ആണ്. ഒരേ ചരിവിൽ ഒറ്റ സ്കെയിലിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒന്ന് തരാതെ തന്നെ ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് യൂണിഫോം മോഷനിലാണെന്നാണ്. അത് ഒരേ വെലോസിറ്റി ആണ്. ഇവിടെ എന്ത് ചേഞ്ച് ചെയ്യുന്നുണ്ട്? പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പൊസിഷൻ മാറുന്നല്ലോ, കാരണം അത് മൂവ് ചെയ്യണ്ടേ. അപ്പോൾ ഒരേപോലെയാണ് പൊസിഷൻ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യൂണിഫോം മോഷനിലായത്. ഒരേപോലെ എന്ന് ഉദ്ദേശിക്കുന്ന ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഒരേ ഡിസ്പ്ലേസ്മെന്റ് ആണ് വന്നത്. അതുകൊണ്ടാണ് അവിടെ യൂണിഫോം മോഷൻ എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ 0 സെക്കൻഡിൽ 0 മീറ്റർ അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതാ ഇവിടെ വന്നത് ഇങ്ങനെ തുടങ്ങിയത്. സ്റ്റാർട്ടിങ് ഒറിജിനിൽ തുടങ്ങി ഈ പോയിന്റാണ് ഒറിജിൻ. അപ്പോൾ ഇങ്ങനെ പോയി. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഗ്രാഫുകളാണ് പറഞ്ഞു വന്നത്. അപ്പോൾ പറഞ്ഞ ഗ്രാഫുകളെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് പറയാം. നോക്കിക്കോ, ശ്രദ്ധിക്കുക, കൺഫ്യൂഷൻ അടിക്കരുത്. പൊസിഷൻ ഡയഗ്രാഫും വെലോസിറ്റി ഡയഗ്രാഫുമാണ് ഇമ്പോർട്ടൻറ്റ്, വിട്ടുപോകരുത്. ഇപ്പോൾ പല ടൈപ്പ് ഗ്രാഫുകളുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാം കൂടെ ഒരു ടോട്ടൽ സം എടുത്ത് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ച ഗ്രാഫുകളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്സും ഷേപ്പുകളാണ് ഈ വരച്ചേക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫുകൾ നോക്കിയിട്ട് ആ ബോഡി ഏത് സ്റ്റേറ്റിലാണെന്ന് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തത് നമുക്ക് പൊസിഷൻ
ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫാണ്. അത് രണ്ട് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ടൈപ്പ്, അത് ഈ ടൈപ്പിന്റെ അർത്ഥം അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ കാണിച്ചേക്കുന്നത് എന്തോന്ന് നോക്കൂ. ടൈമിനനുസരിച്ച് എന്തിന് മാറ്റം ഇല്ല എന്നുണ്ടാ, പാരലൽ ലൈനാണ്, പൊസിഷന് മാറ്റമില്ല. അപ്പൊ ഈ ബോഡി ഏതവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. ഏതവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അപ്പൊ ഈ ഗ്രാഫ് വന്നിട്ട് ഈ ബോഡിയുടെ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. കാര്യം എന്താണ്? പൊസിഷൻ എന്തില്ല, ചേഞ്ച് ഇല്ല. ടൈമിനനുസരിച്ച് പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഒരേ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ് അതിന്റെ അർത്ഥം. അത് മൂവ് ചെയ്യുന്നില്ല. അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്നാണ്. അടുത്തത് നോക്ക്. ടൈമിനനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ട്. കണ്ട, ഒറിജിൻ തൊട്ടേ ഉണ്ട്. മുകളിലോട്ട് ഇങ്ങനെ ക്രമമായിട്ട് ഒരു ഒറ്റ ലൈനിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇങ്ങനെ കർവ്ഡ് ഷേപ്പ് ഒന്നും അല്ല, ഒറ്റ സിംഗിൾ ലൈനാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇതെന്ത് മോഷനിലാണ്? യൂണിഫോം മോഷനിലാണ് ഇവിടെ റെസ്റ്റ്. അപ്പം യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റിയിലുള്ള ഒരു ബോഡിയുടെ എന്ത് ഗ്രാഫാണ്? പൊസിഷൻ ടൈം ഗ്രാഫാണ്, സ്ഥാന സമയ ഗ്രാഫാണ് അത്. ഇപ്പൊ രണ്ട് ടൈപ്പ് സ്ഥാന സമയ ഗ്രാഫ് നമ്മൾ പഠിച്ചു. ഒന്ന് റെസ്റ്റിലുള്ളതിന്റെ, ഒന്ന് യൂണിഫോം മോഷന്റെ. മറന്നു പോകരുത്, ഇത് തിരിഞ്ഞും പോകരുത്, കൺഫ്യൂഷൻ ആവരുത്. ശ്രദ്ധിക്കുക. അത് ഗ്രാഫ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? പൊസിഷനാണ് ചേഞ്ച് ചെയ്യുന്നത്. അത് ക്രമമായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ തന്നെ ചരിഞ്ഞ് നിൽക്കുന്നത്. സ്ട്രൈറ്റ് ലൈൻ ആവണമെന്നേ ഉള്ളൂ, കർവ്ഡ് അല്ലാതെ സ്ട്രൈറ്റ് ലൈൻ ആയാൽ മതി. അത് യൂണിഫോം മോഷനാണ്. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫിലും രണ്ട് ടൈപ്പ് നമുക്കുണ്ട്. അതില് ഇനിയും ഉണ്ട്, അത് നമുക്ക് ജനറലായിട്ടൊരു ക്വസ്റ്റ്യൻ പറയാം. ഇവിടെ വരുമ്പോൾ നോക്ക്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ വരുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? മാറുന്നില്ല. കണ്ടാ, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ റെസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടോ? ഉണ്ടാടെ. എന്തിനാണ് റെസ്റ്റ് ആയിട്ടിരിക്കുന്ന ബോഡിക്ക് വെലോസിറ്റി? റെസ്റ്റ് ആയിട്ടിരിക്കുന്ന ബോഡിക്ക് വെലോസിറ്റി ഇല്ല. പിന്നെ അത് ചേഞ്ച് ചെയ്യാത്ത രീതിക്ക് നമുക്ക് എന്തിന് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്ന? സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല കേട്ടാ. റെസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് റെസ്റ്റിലുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് റെസ്റ്റ് ആണെന്ന് പറയാനായിട്ട് ചാൻസ് ഇല്ല. വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ആ ബോഡി എന്തിലാണെന്ന് ആദ്യം മനസ്സിലാക്കുക, മോഷനിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ബോഡി മോഷനിലാണ്. അപ്പൊ ഇങ്ങനെ പാരലൽ ലൈൻ വരയ്ക്കുമ്പോൾ അത് റെസ്റ്റിലാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നേക്കുന്നത്. സോ y ആക്സിൽ വെലോസിറ്റി ആയതുകൊണ്ട് അതിന് ഉള്ള കാര്യങ്ങളാണ്. ആ വെലോസിറ്റി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി അവിടെ കാണും. സോ വെലോസിറ്റി ഒരേ വെലോസിറ്റി ആണ്, അതാണ് ഇങ്ങനെ പാരലൽ ലൈൻ കാണുന്നത്. ഒരേ വെലോസിറ്റി ആണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരെന്താണ്? അതിനെയും വിളിക്കുന്നത് എന്തെന്ന് തന്നെ? യൂണിഫോം മോഷൻ. ഇവിടെ നമുക്ക് ഇതും യൂണിഫോം മോഷൻ ആയിരുന്നു. ആ യൂണിഫോം മോഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയും യൂണിഫോം മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഷേപ്പുകൾ നോക്കുക. ഇപ്പൊ യൂണിഫോം മോഷൻ ആയതുകൊണ്ടാണ് വെലോസിറ്റിക്ക് വ്യത്യാസമില്ല. ഒരേ വെലോസിറ്റി പോകുന്ന മോഷൻസ് ആണ് യൂണിഫോം മോഷൻ. അപ്പൊ ഇവിടെ വെലോസിറ്റി അല്ല മാറുന്നത്, പൊസിഷൻ ആണ് മാറുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഗ്രാഫ് അങ്ങനെ മുകളിലോട്ട് കാണിക്കുന്നത്. ഇവിടെ ഗ്രാഫ് ഇങ്ങനെ കാണിക്കാൻ കാരണം വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ഇവിടെ y ആക്സിസ് തന്നിരുന്ന വെലോസിറ്റി ആണ്, അതുകൊണ്ടാണ്. അപ്പൊ അത് കൺഫ്യൂഷൻ അടിക്കരുത്. അടുത്തത് ഇവിടെ കണ്ട കാണാൻ തന്നെ അറിയാം. മുകളിലോട്ട് പോകുമ്പോഴേ മനസ്സിലാവും എന്താണ്. അത് ഒറ്റ ലൈനാണ്, കർവില്ലേ. വെലോസിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് മോഷനാണ്? ആക്സിലറേറ്റഡ് മോഷനാണ്. ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്ത് മോഷൻ? ത്വരണം ഉള്ള മോഷൻ. അതും കറക്റ്റ് ഒറ്റ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് അതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് വിളിക്കാം. നമ്മൾ നേരത്തെ വെച്ചത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. എല്ലായിടത്തും ഒരേ ആക്സിലറേഷൻ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ മോഷനാണ് ഇത്. കണ്ടാ, അപ്പൊ ആക്സിലറേഷൻ, അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആക്സിലറേഷൻ വരണമെങ്കിൽ എന്ത് വേണം? വെലോസിറ്റി ചേഞ്ച് വേണം. അപ്പൊ വെലോസിറ്റി ഇതാ ഇൻക്രീസ് ചെയ്യുകയാണ്. സോ വെലോസിറ്റി ചേഞ്ച് ഉണ്ട്. അപ്പൊ അവിടെ ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് മനസ്സിലായി. ഇനി അത് യൂണിഫോം ആക്സിലറേഷൻ ആവണമെങ്കിൽ കറക്റ്റ് എല്ലായിടത്തും ഒരേ ആക്സിലറേഷൻ ആയിരിക്കണം. ഇവിടെ എല്ലായിടത്തും ഒരേ വെലോസിറ്റി ഒന്നും കണക്ക് ഇവിടെ എല്ലായിടത്തും ഒരേ ആക്സിലറേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെന്തെന്ന് വിളിക്കാം? യൂണിഫോം ആക്സിലറേഷൻ. തോന്നി കണക്കല്ല. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരേ ആക്സിലറേഷൻ ആണോ? എപ്പോഴും വണ്ടിയുടെ സ്പീഡ് കിട്ടുന്ന ഒരേ രീതിക്കാണ്? അല്ല, ആക്സിലറേഷൻ വ്യത്യാസപ്പെടും. അപ്പോൾ ഒരേപോലെ ആക്സിലറേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ആക്സിലറേഷൻ. ഇപ്പോൾ ഒരു ബോഡി താഴോട്ടൊക്കെ വീഴുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണ്. ഓരോ സെക്കൻഡിലും അതിൻ്റെ വെലോസിറ്റി ഒരേപോലെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. താഴോട്ട് വീണ വസ്തുവിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്താണ് വരുന്നത് കേട്ടോ. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണത്. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? അപ്പോൾ എല്ലായിടത്തും ഒരേ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആക്സിലറേഷൻ ആണോ സെയിം, വെലോസിറ്റി അല്ല. ഓക്കെ, ആക്സിലറേഷൻ എല്ലായിടത്തും സെയിം ആണ്, പക്ഷേ വെലോസിറ്റി ഈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസിങ്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അത് ആക്സിലറേഷൻ മോഷനാണ്.
അപ്പം ഇത് മുകളിലോട്ട് പോയ വെലോസിറ്റി ഇൻക്രീസിങ്, ഗ്രാഫ് താഴോട്ട് വന്നാൽ ഡിക്രീസിങ്. അപ്പോൾ ആക്സിലറേറ്റഡ് മാറി എന്താവും? റിട്ടാർഡേഷൻ ആവും. അത് ആലോചിച്ചോളണം. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻക്രീസിങ്, ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഡിക്രീസിങ് ആണ് കേട്ടോ. അത് വിട്ടുപോയത്. അപ്പോൾ അത്രേ ഉള്ളൂ അതിനകത്ത്. ഈ 4 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് ഏകദേശം മനസ്സിലായെന്നാണ്. അപ്പോൾ ഇതേപോലുള്ള ഗ്രാഫുകൾ തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ഗ്രാഫുകൾ നോക്കിയാൽ അതിനകത്ത് തന്നേക്കുന്ന ബോഡികളുടെ മോഷന്റെ അവസ്ഥ പറയാം. കൂടുതലും ഇത് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടാണ് ഇത് രണ്ടുമാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട്, ഇത് രണ്ടും ചോദിക്കാറുണ്ട്. എന്നാലും കൂടുതലും ഞാൻ ചോദിച്ചു തന്നിട്ടുള്ളതാണ് ഞാൻ കാണിച്ചത്. എല്ലാം പഠിക്കണം, അത് ഏത് വേണം ചോദിക്കാം. ഓക്കെ, അപ്പോൾ ശരി. അത് അത്രയും നന്നായിട്ട് പഠിച്ചിട്ട് ഇത്രയും നോക്കിയിട്ട് വേണം ഇനി നമ്മൾ അടുത്ത ഒരു പ്രോബ്ലം ഉണ്ട് അതിലോട്ട് വരാം. അപ്പം നമുക്ക് ഈ പാഠത്തിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രോബ്ലത്തിനാലും ഈ ഒരു കാര്യം മനസ്സിലാക്കി. ഗ്രാഫ് അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. ഗ്രാഫിലുള്ള കാര്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. അപ്പോൾ ഈ പാഠത്തിൽ ഈ പ്രോബ്ലം ഇതേപോലെ ചോദിക്കുമെന്നല്ല, ഈ ഷേപ്പിലൊക്കെ ഒരു ഗ്രാഫ് തന്നിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഇതിനകത്ത് തന്നേക്കുന്ന ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ക്വസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതെങ്ങനെ മനസ്സിലായി? ഇവിടെ ടൈം തന്നിട്ടുണ്ട്, ഇവിടെ വെലോസിറ്റി v കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഈ തന്നേക്കുന്നത്. ഈ ഗ്രാഫ് തന്നിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നേക്കുന്നത്. ഇത് ഈ രണ്ട് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. സമയ പ്രവേഗ ഗ്രാഫ് അല്ലെങ്കിൽ പ്രവേഗ സമയ ഗ്രാഫാണ് തന്നേക്കുന്നത്. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമേ നോക്കുമ്പോൾ തന്നെ ഈ ഗ്രാഫ് നോക്കി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെ സൈഡിൽ കാണും. അതിന് മുമ്പ് തന്നെ ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഗ്രാഫ് നോക്കി കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. എന്നാൽ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. അത് ആ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞിട്ട് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുക, ഈ ഗ്രാഫിൽ ഓരോരോ ഷേപ്പുകളുണ്ട്, കുറേ ഇൻ്റർവെൽസ് ഉണ്ട്. ആദ്യം ഈ ഗ്രാഫ് ഇങ്ങനെയാണ് പോയി കൊടുക്കുക. കണ്ട ഇത് വരെ ആ ബോർഡറിൽ നോക്കുക, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഒരു ചരിവിലിരുന്നു, പിന്നെ നേരെ പോയി, പിന്നെ വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ ഇതൊരു 3 പാർട്ടായിട്ടാണ് വരുന്നത്. കണ്ട ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു പാർട്ട്, ഇവിടം വരെ ഇതുവരെ ഒരു പാർട്ട്, ഇവിടം വരെ ഒരു പാർട്ട്. 3 പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ കണ്ട, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് തൊട്ട് എത്ര സെക്കൻഡ് വരെയാണ്? ഇതുവരെയാണ്. ഇതുവരെ എന്ന് പറയുമ്പോൾ എത്ര സമയം എടുത്താണ്? സമയം നോക്കണം ഏത് ആക്സിലാണ് നമ്മൾ സമയം കൊടുത്തേക്കുന്നത്? എക്സ് അല്ലേ? അപ്പോൾ താഴോട്ട് നോക്കുക. കണ്ട എത്ര സെക്കൻഡായി? 2 സെക്കൻഡ് ആയപ്പോഴാണ് ബോഡി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. സോ ഇതൊരു മൂവിങ് ബോഡിയുടെ ഗ്രാഫാണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് 2-ാം സെക്കൻഡ് എത്തിയപ്പോൾ എവിടെ എത്തി നോക്കണമെന്നുണ്ടെങ്കിൽ എവിടെ എത്തി എന്നല്ല, എത്ര വെലോസിറ്റിയിൽ എത്തി നോക്കണമെങ്കിൽ ഇതാ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെലോസിറ്റിയും ടൈമുമാണ്. സോ അതാ ഇവിടെ എത്തി. ഇത് എത്രയും ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇത് 4ന്റെ 6ന്റെ കറക്റ്റ് സെന്ററിലാണ് ഈ പോയിന്റ് വരുന്നത്. സോ അതിന് നമുക്ക് എത്രയാണ് കൊടുക്കാം? അതിന്റെ കറക്റ്റ് സെന്ററിൽ വരുന്ന പോയിന്റ് ഏതായിരിക്കും? 5 ആയിരിക്കും. 4ഉം 6നും കറക്റ്റ് സെന്ററിൽ വരുന്ന പോയിന്റാണ് 5. മിഡിൽ വരും. മിഡിൽ പോയിന്റ്സ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളിൽ വരും. സോ അത് നോക്കി അതിന്റെ ആവറേജ് 6, 4, 10/2 അങ്ങനെ ചെയ്താൽ മതി. 2നെയും കൂടെ ആവറേജ് എടുത്താൽ മതി. 6ഉം 4ഉം കൂടെ കൂട്ടിയിട്ട് /2 കൊടുത്താൽ മതി. അല്ലെങ്കിൽ ലോജിക്കാണ്, നമുക്ക് ആലോചിച്ച് നോക്കാം. 4 കഴിഞ്ഞിട്ട് അതിന്റെ പകുതി 5, അതും കഴിഞ്ഞിട്ടാണ് 6. 4ഉം 6ലോട്ട് എത്തണമെങ്കിൽ ഇടയ്ക്കുള്ള സംഖ്യ ഏതായിരിക്കും? 5 ആയിരിക്കുമോ എന്ന് ആലോചിക്കാം. ഇവിടെ കണ്ടോ ഇങ്ങനെ തന്നെ പോവുകയാണ്. വെലോസിറ്റിയാണ് ഇവിടെ കൊടുത്തേക്കണമെന്ന് ആലോചിക്കണം. y ആക്സിലുള്ള ക്വാണ്ടിറ്റിയാണ് ഇങ്ങനെ പോകുന്നത്. അതായത് മാറ്റമില്ലാതെ പോകുന്നതാണ് ഇങ്ങനെയുള്ള ലൈൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള ലൈൻ്റെ അർത്ഥം എന്താണ്? ഇൻക്രീസിങ്. ഇത് നോ ചേഞ്ച്. ഇവിടെ ആണെങ്കിലോ ഡിക്രീസിങ്. അപ്പോൾ ഈ 3 പാർട്ടും അതാണ് സൂചിപ്പിക്കുന്നത്. എന്ത് ഡിക്രീസിങ്, എന്ത് നോ ചേഞ്ച്, എന്ത് ഇൻക്രീസിങ്. എന്താണ്? y ആക്സിൽ കൊടുത്തേക്കുന്ന ക്വാണ്ടിറ്റി എന്തുവാ? വെലോസിറ്റി. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാർ ഉണ്ടായിരുന്നു. കാരണം എന്തോ ഒരു ബോഡി ഉണ്ടായിരുന്നു. അത് 0 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തു, മൂവിങ് സ്റ്റാർട്ട് ചെയ്തു. അത് എന്ത് ചെയ്യുന്നു? വെലോസിറ്റി കൂടി ഈ പോയിന്റ് എത്തുന്നു. അവിടെ നിന്ന് പിന്നെ ഒരു വെലോസിറ്റിക്ക് ഒരു ചേഞ്ചും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. ദെൻ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ ആദ്യം വെലോസിറ്റി കൂടി എത്തുന്നു, പിന്നെ വെലോസിറ്റിക്ക് മാറ്റമില്ല. പിന്നെ ഈ പോയിന്റ് എത്തിയപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രാഫ് ഒന്ന് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെലോസിറ്റിയും ടൈമുമാണ്. സോ ഇത് ഏതൊക്കെ ടൈമിലാണ് ഈ ഒരു ചേഞ്ചുകൾ സംഭവിച്ചത് നമുക്ക് വേണമെങ്കിൽ പറയാം. 0 സെക്കൻഡിലാണ് തുടങ്ങിയത്. എവിടെ എത്തിയപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയി? 2 സെക്കൻഡിന് ശേഷം വെലോസിറ്റിക്ക് മാറ്റമില്ല. ഏത് വരെ നോക്ക്, ഈ പോയിന്റ് എവിടെയാണ്? 5 സെക്കൻഡ് വരെ. സോ ടൈമിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ എക്സ് ആക്സിലാണ് നോക്കാം.
ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന എല്ലാം വെലോസിറ്റി ആണ്. അപ്പോൾ 2 സെക്കൻഡിൽ വെലോസിറ്റി 5 ആയിരുന്നു, ആ വെലോസിറ്റി 5 ആയിട്ട് തന്നെ തുടർന്ന് നിന്നു. ഏത് വരെ? 5ാമത്തെ സെക്കൻഡിൽ വരെ. അത് കഴിഞ്ഞ് 6ാമത്തെ സെക്കൻഡ് എത്തിയപ്പോൾ വെലോസിറ്റി വീണ്ടും കുറഞ്ഞ് എവിടെ എത്തി? കണ്ട ഈ എക്സ് ആക്സിലൊന്നും മുട്ടി. അതിന്റെ അർത്ഥം എന്താണ്? എത്രയിലെത്തി? 0യിൽ എത്തിയെന്നാണ്. അപ്പൊ 0യിൽ സ്റ്റാർട്ട് ചെയ്ത് അവസാനം 0യിൽ തന്നെ എൻഡ് ചെയ്തു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിന് മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഗ്രാഫിന്റെ ഏരിയാസ് നമുക്ക് ഓരോ ക്വാണ്ടിറ്റീസ് തരും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ, ആ ഗ്രാഫിനകത്തുള്ള ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരും, സ്ഥാനാന്തരം തരും. പറഞ്ഞാൽ അതിന്റെ അകത്തെ ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് അർത്ഥം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ത് വരും? ഡിസ്പ്ലേസ്മെന്റ്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം. ഏരിയ നമ്മളെപ്പോഴും ഗുണിക്കുകയല്ലേ കണ്ടുപിടിക്കുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ നമ്മൾ സാധാരണ ഏരിയ റെക്റ്റാങ്കിൾ പറയുന്നത്. അതുപോലെ 2 ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഏരിയ വരുന്നത് നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് അത് കാണാതെ പഠിക്കേണ്ട. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. സോ അതൊന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ ഗുണിക്കുമ്പോൾ എന്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുമെന്ന് മനസ്സിൽ ആലോചിച്ചിരുന്നാൽ മതി. അതുപോലെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. ആക്സിലറേഷൻ ഇതുപോലെ ആക്സിലറേഷൻ ടൈം കൂടെ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമുക്ക് വെലോസിറ്റി ചേഞ്ച് ആണ് കിട്ടുന്നത്. കാരണം ആക്സിലറേഷനും ടൈം കൂടെ ഗുണിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? നമുക്ക് വെലോസിറ്റി ചേഞ്ച് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. നമുക്ക് പിന്നെ പഠിക്കാനുണ്ട് ആ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റിയും ടൈമിന്റെ ഏരിയ കണ്ടുപിടിച്ചു, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അത് നോട്ട് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലത്തിന് ചോദിക്കും. അതെന്താ അങ്ങനെ ഒരു സെന്റൻസ് അല്ല ചോദിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഇവിടെ കണ്ട ഇതാണ് ഗ്രാഫിന്റെ ഏരിയ. ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന ഭാഗത്താണ് മൊത്തത്തിലുള്ള ഏരിയ. എത്ര തൊട്ട് എത്ര വരെ? 0 സെക്കൻഡ് തൊട്ട് 6 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഫുള്ള് ഏരിയ ആണ് എടുക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം വരുന്ന ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇങ്ങനെ ഒരു ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കാനായിരിക്കും. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ മന്ദീകരണം. ത്വരണമോ മന്ദീകരണമോ കണ്ടുപിടിക്കാനായിരിക്കും വേറൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ A = എന്താണ്? V - U/T എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. A = V - U/T എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ V യും U യും T യും കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. എവിടെയൊക്കെയാണ്? വെലോസിറ്റി ചേഞ്ച് ഉള്ളിടത്ത്. വെലോസിറ്റി ചേഞ്ച് എവിടെ വരെയൊക്കെയാണ്? ഇതുതൊട്ട് ഇതുവരെയും ഇതുതൊട്ട് ഇതുവരെയാണ്. ഇവിടെ ആക്സിലറേഷൻ, ഇവിടെ റിട്ടാർഡേഷൻ. -A എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, റിട്ടാർഡേഷൻ. ഇവിടെ നമ്മൾ ചെയ്തു വരുമ്പോൾ നെഗറ്റീവ് വരും അവിടെ ആൻസർ. സോ ഇവിടുത്തെ കണക്ക് ഞാൻ ചെയ്യാം. ഇവിടുത്തെ നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇവിടുത്തെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടുത്തെ വരുമ്പം ഇവിടുത്തെ എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ? ക്വസ്റ്റ്യൻ എന്താ ഇങ്ങനെ ആയിരിക്കും. 5 സെക്കൻഡ് തൊട്ട് 6 സെക്കൻഡ് വരെ ബോഡിക്കുണ്ടായ റിട്ടാർഡേഷൻ എത്ര, അല്ലെങ്കിൽ ബോഡിക്കുണ്ടായ മാറ്റം എന്താണ്? ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ? നമുക്ക് 5 സെക്കൻഡിൽ കണ്ട ബോഡി ഇതാ ഇവിടെ നിൽക്കുകയാണ്. എത്ര വെലോസിറ്റി? 5 മീറ്റർ/സെക്കൻഡ്. 6 സെക്കൻഡ് ആയപ്പോൾ അവിടെ തന്നെ പോയിന്റ്, അതായത് 0 മീറ്റർ/സെക്കൻഡ്. ഇവിടെ ഒന്ന് എക്സ് ആക്സിൽ ഒന്ന് മുട്ടിയാൽ 0 ആയെന്നാണ് അർത്ഥം. Y ആക്സിൽ കോൺസി. അപ്പോൾ ഇവിടെ 0 ആയെന്ന് അർത്ഥം. സോ അതിന് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം എന്താണ്? ബോഡി 5ൽ നിന്ന് 0 എത്തി. അതായത് എന്താണ്? വെലോസിറ്റി ഡിക്രീസ് ചെയ്തു. വെലോസിറ്റി ഡിക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ കുറഞ്ഞു. അതായത് അത് റിട്ടാർഡേഷൻ ആണ് അവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് റിട്ടാർഡേഷൻ ആയാലും ആക്സിലറേഷൻ ആണ് ഇതേ ഇക്വേഷൻ തന്നെ, V - U/T. നമുക്ക് ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഇവിടെ 6-ലെത്തിയപ്പോൾ 6ാമത്തെ സെക്കൻഡിൽ എത്രയാണ് വെലോസിറ്റി? 0 മീറ്റർ/സെക്കൻഡ് മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 5 ആയിരുന്നു. അതിനെടുത്ത ടൈം 5 സെക്കൻഡിൽ നിന്ന് 6 സെക്കൻഡിലോട്ട് എത്തിയപ്പോഴാണ് ഈ ഒരു മാറ്റം സംഭവിച്ചത്. സോ അതിനെടുത്ത ടൈം എത്ര സെക്കൻഡാണ്? അത് പലരും തെറ്റിക്കും. 1 സെക്കൻഡാണ്. 1 സെക്കൻഡ് കൊണ്ടാണ് ഈ വെലോസിറ്റി ചേഞ്ച് ഉണ്ടായത്. അപ്പോൾ എപ്പോഴും നമ്മൾ തെറ്റിക്കണം ഈ ടൈം എടുക്കുമ്പോഴാണ്.
ടൈം എടുക്കുമ്പോൾ ഇന്റർവെല്ലിലുള്ള ടൈം അല്ല, ആ ഇന്റർവെല്ലിന്റെ ആ ഒരു ഡിഫറൻസ് ആണ്. ടൈം ഇന്റർവെൽ വേണം എടുക്കാൻ. 5 സെക്കൻഡ് ടു 6 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇന്റർവെൽ എത്രയാണ്? 1 സെക്കൻഡ് ആണ്. ആ ഡിഫറൻസ് വേണം എടുക്കാൻ. സോ 0 എന്ന് 5 കുറയ്ക്കുകയാണ്. അപ്പം 5 എഴുതി വെക്കുന്നത് -5 ആണ്. -5/1 എത്ര തന്നെ? -5 m/s. സോ അതാണ് നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് വിളിച്ചത്. റിട്ടാർഡേഷൻ നെഗറ്റീവ് കൂടെ വരും. അപ്പം -5 m/s എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി കുറയുകയാണ്. 5 m/s വെച്ച് കുറയുകയാണ് ഓരോ സെക്കൻഡിൽ. അതാണ് റിട്ടാർഡേഷൻ്റെ അർത്ഥം. ഓരോ സെക്കൻഡിലും 5 m/s വെച്ച് കുറയുന്നു. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ അടിക്കരുത്. ഇനി ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് ഇതേപോലെയാണ്. എങ്ങനെയാണ്? ഇനിഷ്യൽ വെലോസിറ്റി ഇവിടെ 0, ഫൈനൽ വെലോസിറ്റി 5, എടുത്ത ടൈം ഇവിടെ 2 സെക്കൻഡ് എടുത്ത്, അവിടെ 1 സെക്കൻഡ് എടുത്തോളാം. ഇവിടെ 0 നിന്ന് 2 എത്തിയപ്പോഴാണ് കയറി. സോ ആൻസർ 5/2 എന്ന് വരും. 2.5 എന്നാണ് ആൻസർ വരും. 5 വരത്തില്ല, 2.5 എന്ന് ആൻസർ വരും. അത് ചെയ്ത് നോക്കണം നിങ്ങൾ കേട്ടോ. ഇതേപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റിൽ. ഇനി ഇവിടെ വരുന്ന കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ ചോദിക്കും. എന്താ 2 സെക്കൻഡ് തൊട്ട് 5 സെക്കൻഡ് വരെ ആക്സിലറേഷൻ എത്രയാണ്? നമുക്ക് 2 സെക്കൻഡ് തൊട്ട് 5 സെക്കൻഡ് വരെ വെലോസിറ്റി ചേഞ്ച് ഇല്ല. ഇവിടെ എല്ലായിടത്തും 5 m/s ആണ്. 3-ാം സെക്കൻഡിൽ 4-ാം സെക്കൻഡിലൊക്കെ അതിന്റെ വെലോസിറ്റി എത്രയാണ്? 5 m/s വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം അതിന്റെ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ആ ഒരു സമയത്തേക്ക് എവിടെ തൊട്ട് എവിടെ വരെ 2 to 5 ആ ഒരു സമയത്തേക്ക് വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല. ആ ഒരു സമയത്തേക്ക് ബോഡി എന്തിലാണ്? യൂണിഫോം മോഷനിലാണ്. യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡിക്ക് എന്തില്ലടെ? ആക്സിലറേഷൻ ഇല്ല. സോ അവിടുത്തെ ആക്സിലറേഷൻ എന്തുവാണ്? 0 ആണ്. തെറ്റിക്കരുത്, ആക്സിലറേഷൻ 0 ആണ് യൂണിഫോം മോഷനിലുള്ള ബോഡിക്ക്. സോ ഈ ഒരു ഡിഫറൻസ് ഈ ഒരു ടൈം ഇന്റർവെല്ലിൽ ബോഡി യൂണിഫോം മോഷനിലാണ്, ആക്സിലറേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഏത് ഇന്റർവെല്ലിലാണ്, ഏത് ടൈം ഇന്റർവെല്ലിലാണ് ബോഡി യൂണിഫോം മോഷനിൽ ഉള്ളത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇന്റർവെല്ലിലാണ്? 2 സെക്കൻഡ് തൊട്ട് 5 സെക്കൻഡ് വരെയാണ്. ഏത് ഇന്റർവെല്ലിലാണ് ബോഡിക്ക് ആക്സിലറേഷൻ ഉണ്ടായത്? 0 to 2 സെക്കൻഡിലാണ് ആക്സിലറേഷൻ കൂടിയത്. എപ്പോഴാണ് റിട്ടാർഡേഷൻ ഉണ്ടായത്? 5 സെക്കൻഡ് തൊട്ട് 6 സെക്കൻഡ് വരെ ആയപ്പോഴാണ് എന്ത് ഉണ്ടായത്? റിട്ടാർഡേഷൻ ഉണ്ടായത്. അപ്പൊ ഈ ടൈം ഇന്റർവെൽസും ഈ ഒരു പ്രോബ്ലം മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കുക. ഏരിയ കണ്ടുപിടിക്കാനല്ല ചോദിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഗീവ്സ് ദ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. അത് നമുക്ക് മൊത്തം ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടെങ്കിൽ 0 തൊട്ട് 6 വരെ നമ്മൾ ഗ്രാഫ് എടുക്കണം. ഇനി 4 സെക്കൻഡ് വരെ ഉള്ളത് മതി, അല്ലെങ്കിൽ 5 സെക്കൻഡ് വരെ ഉള്ള മതിയെങ്കിൽ നമ്മൾ അവിടെ വെച്ച് അത്രയും വരെയുള്ള ഗ്രാഫേ എടുക്കാവൂ. ഇപ്പുറത്തെ സൈഡാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ്. ആ ഗ്രാഫ് എവിടം വരെ, ആ ഇന്റർവെൽ ഏതുവരെ പറഞ്ഞേക്കുന്നു അവിടം വരെ ഉള്ള ഏരിയ മാത്രമാണ് എടുക്കാവുള്ളൂ. അപ്പോൾ അതാ ചോദിച്ചേക്കുന്നത് 0 മുതൽ 2 സെക്കൻഡ് വരെ എത്തിയപ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്ര? അപ്പൊ 2 വരെ ഉള്ളൂ, ഇതുവരെ ഉള്ളൂ ഗ്രാഫ്, ബാക്കി വരച്ചിട്ടില്ല എന്ന് ആലോചിക്കുക. അപ്പൊ ഇത്ര ഈ ഒരു ത്രികോണത്തിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ എന്ത് മാത്രം മതി? ഏരിയ മതി. ഇവിടെ ആകുമ്പോൾ ഇത് ഫുൾ എടുക്കണം. ഈ ഏരിയ എടുക്കാം, നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് 2 ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആക്കി 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നിന്റെ ഏരിയ സെപ്പറേറ്റ് എടുക്കാം. അല്ലെങ്കിൽ ഒരു ലംബകം രീതിയിൽ, അല്ലെങ്കിൽ ട്രപ്പീസിയം എന്ന് പറഞ്ഞ മോഡലിൽ ½ h/a+b എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആ 2 രീതിയിൽ നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ഏരിയ എന്ത് തരും? ഏരിയ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് തരും. ഓക്കെ, ഇതൊരു 2 പാരലൽ ലൈൻസ് ആയതുകൊണ്ടാണ് ആ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പീസിയം. ഓക്കെ, ട്രപ്പീസിയത്തിന്റെ ഏരിയ ½ × h/a+b. h എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിലുള്ള ഹൈറ്റ്, എയും ബിയും ഈ പാരലൽ സൈഡ്സിന്റെ ലെങ്ത്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിച്ചിട്ട് മീറ്റർ സ്ക്വയർ എന്ന് കൊടുക്കരുത്, അത് മീറ്ററിൽ വേണം പറയാൻ. കാരണം ആ കണ്ടുപിടിച്ച ഉത്തരം എന്താണ്? എന്തിന് തുല്യമാണ്? ഡിസ്പ്ലേസ്മെന്റിന് തുല്യമാണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. കേട്ടോ? സോ ഇത്രയാണ് ആ പ്രോബ്ലം സെക്ഷൻ എന്ന് പറയുന്നത്. ഈ പാഠത്തിനകത്തുള്ള പ്രോബ്ലം സെക്ഷൻ എത്രയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് സ്ഥിരം വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. ടെക്സ്റ്റിനകത്ത് ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്, അതെല്ലാം വർക്കൗട്ട് ചെയ്ത് അതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലേ നമുക്ക് ഈ പാഠത്തിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ കണക്കുകൾ ചെയ്യുക, ചുമ്മാ ഒഴിവാക്കി കളയരുത്. പാഠം വിചാരിക്കുന്ന കണക്കല്ല, നമ്മൾ ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഓർമ്മ കിട്ടത്തില്ല. പുതിയൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതേ മോഡലിലുള്ള ആയാൽ കൂടി. അതുകൊണ്ട് ഗ്രാഫുകൾ മാക്സിമം വരയ്ക്കുക, അതിൽ നിന്നുള്ള പ്രോബ്ലംസ്, ഇതേപോലുള്ള പ്രോബ്ലംസ് കണ്ടെത്തി ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഉള്ള സാറിൻ്റെ ചോദിക്കുക, സാറെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ആൻസർ ഇതിനകത്തോട്ട്
എത്തിക്കാൻ പറ്റും, നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പം മാക്സിമം പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പം ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ടാണ് പോകുന്നത്. ഈ ഒരു സെക്ഷൻ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ അടുത്ത സെക്ഷനിലോട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഈ പാഠത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ ചലന സമവാക്യങ്ങളിലേക്കാണ് പോകുന്നത്. അടുത്ത ഈ പാഠത്തിൽ നമ്മൾ ചലന നിയമം പഠിക്കും. രണ്ടോട് തിരിഞ്ഞു പോയത്, ഇത് ചലന സമവാക്യമാണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻസ്, ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യം അല്ലെങ്കിൽ കൈനമാറ്റിക് ഇക്വേഷൻസ് എന്നൊക്കെ പറയും. കൈനമാറ്റിക് ഇക്വേഷൻസ്, ചലന സമവാക്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ചലന സമവാക്യങ്ങള് 3 എണ്ണം ഉണ്ട്. 3 ചലന സമവാക്യങ്ങളുണ്ട്. നിയമങ്ങൾ 3 എണ്ണം ഉണ്ട്. ന്യൂട്ടന്റെ 3 ചലന നിയമങ്ങളുണ്ട്. അത് 3 എണ്ണം ഉണ്ട്. അത് രണ്ടും കൂടെ കൺഫ്യൂഷൻ ആയിട്ട് അടുത്ത പഠിക്കുമ്പോൾ. അപ്പൊ ഇവിടെ തന്നെ ഉറപ്പിച്ചു പോവുക, ഇത് ചലന സമവാക്യങ്ങളാണ്. ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ സിമ്പിൾ ഇട്ട് എഴുതുന്ന മാത്തമാറ്റിക്കൽ ഫോംസ് ആണ് എന്തെന്ന് പറയുന്നത്, ഇക്വേഷൻസ്. സോ ആ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. 3 ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ചലനവുമായിട്ട് ബന്ധപ്പെട്ട, മോഷനുമായിട്ട് ബന്ധപ്പെട്ട 3 ഇക്വേഷൻസ് ഉണ്ട്. 3 ഇക്വേഷൻ ആദ്യം ഒന്ന് എഴുതാം. ഒന്നാമത്തത് v = u + at, ഓരോന്നും പറയും എന്താണെന്ന്. അടുത്തത് s = ut + ½ at². മൂന്നാമത്തത് v² = u² + 2as. അപ്പോൾ 3 ഇക്വേഷൻസ് ഉണ്ട്. അതൊക്കെയാണ് v = u + at, s = ut + ½ at², v² = u² + 2as. നമ്പർ ഇട്ട് 3 എണ്ണം. ആ നമ്പറിനും പ്രാധാന്യമുണ്ട്, ഓർഡർ തിരിച്ച് പറയരുത്. ഒന്നാം ചലന സമവാക്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പറയുന്നത്, v = u + at. രണ്ടാം ചലന സമവാക്യം എന്ന് പറഞ്ഞാൽ s = ut + ½ at². മൂന്നാം ചലന സമവാക്യം എന്ന് പറഞ്ഞാൽ v² = u² + 2as. അപ്പൊ ഇത് മൂന്നും ആദ്യം നന്നായിട്ട് കാണാതെ പഠിക്കണം. ഓരോന്ന് ടേമുകൾ എന്താണെന്ന് പറയാൻ നമുക്ക്, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. v എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചപ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റി. അടുത്തത് u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി. അടുത്തത് ഇതിനകത്തുള്ളത് a, ആക്സിലറേഷൻ. അടുത്ത t, ടൈം. s, ഡിസ്പ്ലേസ്മെന്റ്. മലയാളം മീഡിയക്കാര് v = ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി മലയാളം എന്താണ്? അന്ത്യപ്രവേഗം. u ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. a ആക്സിലറേഷൻ, ത്വരണം. t ടൈം, സമയം. s എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം. ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ടേംസ് ആണ്. അതെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള 3 സമവാക്യങ്ങൾ, ഇക്വേഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ അഥവാ കൈനമാറ്റിക് ഇക്വേഷൻസ് അഥവാ ചലന സമവാക്യങ്ങൾ. 3 എണ്ണം നന്നായിട്ട് ആദ്യം വീഡിയോ ഒക്കെ പൗസ് ചെയ്ത് നന്നായിട്ട് നോട്ട് ബുക്കിൽ എടുത്ത് ആദ്യം എഴുതി പഠിക്കാത്താക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി പഠിക്കുക. കാണാതെ തന്നെ പഠിക്കണം. ഇത് നമുക്ക് മനസ്സിലാക്കി വെച്ചിരുന്നാലും നമുക്ക് ഇക്വേഷൻസ് വെച്ച് പ്രോബ്ലം ചെയ്യാനുള്ളതായതുകൊണ്ട് കാണാതെ പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. എപ്പോഴും ഏത് അതിനകത്ത് ചോദിച്ചാലും പറയുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കണം. ഈ 3 ഇക്വേഷൻസ് പഠിച്ചേ പറ്റും. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ് ഇത് വെച്ചിട്ട്. അതുകൊണ്ട് അപ്പോഴും നമുക്കിത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇനി എങ്ങനെ വരുന്നതെന്നൊക്കെ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അപ്പം അതിന് മുമ്പ് നന്നായിട്ടൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് പഠിക്കുക. ഇത് 3 ഒന്ന് നന്നായിട്ട് നോട്ടിൽ എഴുതി എത്ര തവണയാണോ നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കുന്നവരെ, കാണാതെ പറയുന്ന രീതിയിൽ നിൽക്കുന്നവരെ പഠിക്കാം. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഓരോന്നും എന്താണെന്നും കൂടെ എഴുതി പഠിക്കണം. v ഫൈനൽ വെലോസിറ്റി, u ഇനിഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, t ടൈം, s ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇതിൽ ആദ്യത്തേക്ക് നമ്മൾ ആദ്യം പറയുന്നത്, പിന്നെ അടുത്തത് ഓരോന്നോരോന്നായിട്ട് ഇത് എങ്ങനെ വന്നു അതിന്റെ പ്രോബ്ലംസ് ആണ് അടുത്ത് ചെയ്യുന്നത്. അതുകൂടെ ആകുമ്പോൾ ഈ പാഠം കഴിയും. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത ബാക്കി പറയേണ്ടി. ഓക്കെ, പൗസ് ചെയ്തൊന്ന് പഠിക്കുക, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് വരാം. അപ്പോൾ അതിൽ ആദ്യത്തത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് v = u + at. ഇതെങ്ങനെ ആവുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം ഫോം ആവുന്ന രീതിയിലൊക്കെ നമ്മൾ പറയുന്നത്, ആ ഒരു രീതി കാണിക്കുന്നതിന് പറയുന്ന പേരാണ് ഡെറിവേഷൻ. v = u + at എന്ന് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാം, എങ്ങനെ എത്തിച്ചേരാം, അതിന്റെ ഡെറിവേഷൻ ആണ് കാണിക്കുന്നത്.
ഈ ഇക്വേഷൻ വന്നത് വേറെ ഒന്നും അല്ല, നമ്മുടെ നേരത്തെ പഠിച്ച വി ഹാവ്, ഇങ്ങനെ എഴുതാം. വി ഹാവ് നമുക്കറിയാം എന്താണ്, അല്ലെങ്കിൽ വി നോ A is equal to V minus U divided by T. ഈ ഇക്വേഷൻ നമുക്കറിയാം. A is equal to V minus U by T. ഈ ഇക്വേഷൻ എന്നാണ് ഇത് എത്തിയത്. സിമ്പിൾ ആണ്. ഇതെങ്ങനെ എത്തിയതെന്ന് വെച്ചാൽ ടി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ത് ചെയ്തേക്കാണ്, ഡിവൈഡ് ചെയ്തേക്കാണ്. ഇതിന് ഇക്വേഷന്റെ ഈക്വൽ ടു സിമ്പിളിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇതിവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടുത്തെ ഡിവിഷൻ അവിടെ പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. എ ഇവിടെ ഉണ്ട്, A into T is equal to എന്തെന്നാവും ഇക്വേഷൻ, V minus U. A into T നെ ചേർത്ത് എന്തെന്ന് എഴുതാം, A T എന്ന് എഴുതാം. ആൾജിബ്രയിൽ അങ്ങനെ എഴുതാം അല്ലേ. ഇനി V minus U ആണ്, ഇവിടെ U മൈനസ് ചെയ്തേക്കല്ലേ. അതിനാ ഇക്വേഷൻ്റെ ഇപ്പുറത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ AT ആൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ U എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് കൊണ്ടുവന്ന യുനെ പ്ലസ് ചെയ്യണം. റൈറ്റ് സൈഡിൽ V എത്തിക്കാവും, V മാത്രമാവും. സോ ആൻസർ എന്താവും, AT പ്ലസ് U സമം V. അവിടെ അഡിഷൻ ആയിട്ട് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തത്തില്ലേ. ഇതിനെങ്ങനെ എഴുതാൻ, ഇനി പിന്നെ ഞാൻ തിരിച്ചെഴുതണം, V ലെഫ്റ്റ് സൈഡിലാക്കി എഴുതണം. V is equal to അഡിഷൻ ആയതുകൊണ്ട് നമുക്ക് ഓർഡർ മാറ്റി എഴുതാം, U പ്ലസ് AT അല്ലേ. അഡിഷൻ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ 1 + 2 എന്ന് എഴുതിയാലും 2 + 1 എന്ന് എഴുതിയാലും അപ്പോൾ ഇത് തന്നെ 3 തന്നെ. കമ്മ്യൂട്ടേറ്റീവ് ആണ്, നമുക്ക് തിരിച്ച് മറിച്ച് എഴുതി കൂട്ടിക്കഴിഞ്ഞാലും ആൻസർ സെയിം ആണ്. എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് കേട്ടോ. അപ്പോൾ V is equal to U plus AT. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ആകെ ഒരൊറ്റ സ്റ്റെപ്പേ ഉള്ളൂ, T അപ്പുറത്ത് കൊണ്ടുപോവുക. ആക്ച്വലി ഇതിൻ്റെ ഒരു റീഅറേഞ്ച്മെന്റ് ആണിത്, അല്ല വേറെ നമ്മൾ പുതുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ ഒരു ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ V is equal to U plus AT എത്തും. സോ ആൻസർ V is equal to U plus AT. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം എന്തുവാ, ഈ ഒരു ഇക്വേഷൻ പഠിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്തുവാ, നമുക്ക് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് സാധാരണ നമ്മൾ കാണുന്ന മോഷൻസിൽ അല്ലെങ്കിൽ ചലനങ്ങളെ പറ്റി കൂടുതൽ നമുക്ക് പറയാൻ പറ്റും, മാത്തമാറ്റിക്കലായിട്ട് പറയാൻ പറ്റും. അതായത് ഒരെണ്ണത്തിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഉണ്ടെങ്കിൽ ആക്സലറേഷൻ ഉണ്ടെങ്കിൽ ടൈം, അതിന് എത്ര ടൈം എടുക്കുമെന്ന് കണ്ടുപിടിക്കുക. അതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് നോക്കിയാണ്, V ഉണ്ട്, U ഉണ്ട്, A ഉണ്ട്, T ഉണ്ട്, 4 ടേംസ് ഉണ്ട്. ഇപ്പോൾ 3 എണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 4ാമത്തെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് പറയാം. അപ്പോൾ ഇവിടെ എല്ലാം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇവിടുത്തെ ആക്സിലറേഷൻ, ഈ കൈനമാറ്റിക് ഇക്വേഷൻ അഥവാ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എല്ലാം യൂണിഫോം ആക്സിലറേഷനിലാണ്. യൂണിഫോം ആക്സിലറേഷനിലുള്ള ഒരു ബോഡിക്ക് മാത്രമേ നമുക്ക് ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റൂ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരേപോലെ അല്ല എല്ലാ സമയത്തും നമ്മൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. ഒരേപോലെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന മോഷൻസിന് മാത്രമേ നമുക്ക് ഈ ഒരു മോഷൻ എന്ത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ അതൊന്ന് മനസ്സിലിട്ടിരുന്നാൽ മതി, നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കണ്ട, എന്നാലും അറിഞ്ഞിരിക്കുക യൂണിഫോം ആക്സിലറേഷനിലുള്ള ബോഡിക്ക് മാത്രമേ നമുക്ക് പറ്റൂ. അതായത് ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യത്തില്ല, വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടാണ് Vയും Uവും ഉള്ളത്. അവിടെ ഇനിഷ്യൽ വെലോസിറ്റി എന്നും ഫൈനൽ വെലോസിറ്റി എന്നും പറഞ്ഞ് രണ്ടായി ഉള്ളത്. ആക്സിലറേഷൻ 2 ഇക്വേഷൻ ആയിട്ട് വന്നിട്ട് ആക്സിലറേഷൻ മാറിയാൽ നമുക്ക് അതിനെ വേറൊരു ഇക്വേഷനിലോട്ട് മാറ്റാനേ പറ്റും. ഒരു ഇക്വേഷനിൽ ഒരു ആക്സിലറേഷനെ കാണും, മനസ്സിലായ? അതാണ് യൂണിഫോം ആക്സിലറേഷനിലുള്ള ബോഡിക്ക് മാത്രമേ ഈ ഇക്വേഷൻസ് ബാധകമാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ V is equal to U plus AT അതിലൂടെ എത്തി. എങ്ങനെയാണ് ചെയ്തത്, A is equal to V minus U by T. T ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഡിവൈഡ് ചെയ്തിരുന്നു, ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു, A into T AT എന്ന് കിട്ടി. ലാസ്റ്റ് മൈനസ് യുവിനെ അപ്പുറത്ത് കൊണ്ടു. ഇവിടെ നിന്ന് ആദ്യമേ മൈനസ് യുവിനെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകും. ആദ്യം നമ്മൾ ഇങ്ങനെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആയിട്ട് മാത്രം കടന്നു കഴിഞ്ഞാൽ അവിടെ ഡിനോമിനേറ്ററിനെ മാറ്റിയാണ് ആദ്യം ചെയ്യാനുള്ളത് അറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ AT എന്ന് കിട്ടി, U മൈനസ് ആയിരുന്നു, ഇവിടെ കൊണ്ടുവന്ന് പ്ലസ് ചെയ്തു, പിന്നെ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതി V is equal to U plus AT എന്ന് കിട്ടി. അത്രേ ഉള്ളൂ. അതാണ് ഒന്നാം, സിമ്പിൾ ആണ്, ഒന്നാം ചലന സമവാക്യത്തിന്റെ ഡെറിവേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷന്റെ ഡെറിവേഷൻ ആണ് ഈ കാണിച്ചത്. ഓക്കെ, ഇത് വെച്ചിട്ട് ഇനി പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓരോന്നിട്ടായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാവും. നമുക്ക് എല്ലാം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്ക് ഏത് ഇക്വേഷൻ പ്രയോഗിക്കണമെന്ന് നോക്കാം. അടുത്തത് S is equal to രണ്ടാം ചലന സമവാക്യം. S is equal to ut plus half at². ഓക്കെ, ഇതിന് നമുക്കൊരു ഗ്രാഫ് വേണം. ഗ്രാഫ് വെച്ചിട്ടാണ് വരയ്ക്കാറുള്ളത്, വരയ്ക്കാനല്ല ഈ ഡെറിവേഷനിലോട്ട് എത്താറുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിലോട്ട് പോവാം. അപ്പോൾ ഈ ഗ്രാഫിനകത്ത് ഇത് യൂണിഫോം മോഷൻ്റെ ഗ്രാഫാണ് അല്ലേ, ഒരു പൊസിഷൻ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. യൂണിഫോം മോഷനല്ല, സോറി, യൂണിഫോം ആക്സലറേഷൻ ആയിട്ടുള്ള ഒരു ബോഡിയുടെ ഗ്രാഫാണ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇതതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, ഇത് ഫൈനൽ വെലോസിറ്റി. വെലോസിറ്റി
അതായത് ഫൈനൽ വെലോസിറ്റി, അതായത് എവിടെ അതിൻ്റെ വ്യാസദൂരമായി തൽക്കാലം നമുക്ക് അത്രയും മതി. അതായത് ഉണ്ടോ? അപ്പോൾ ഇതുവരെ ഇത് ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ഇത് 0, ഇതിനടുത്ത ടൈം t. ഇതാണ് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫ്. ഇതാണ്. ഇതിനെ കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കിയാണ് നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇത് മതി, ഇത് വെച്ച് പഠിച്ചാൽ മതി. ശ്രദ്ധിക്കുക, 0-ൽ തുടങ്ങി സാധാരണ നമ്മൾ നേരത്തെ ഗ്രാഫ് പറഞ്ഞ കണക്ക് തന്നെ t ടൈം എത്തിയപ്പോൾ ടൈം ആണെന്നുള്ളത് നമുക്കറിയാം. ഇത് വെലോസിറ്റി, ഇവിടുത്തെ v വേറെയാണ്. ഓക്കെ, അപ്പോൾ 0-ൽ തുടങ്ങി t എന്ന് പറഞ്ഞ ടൈം എത്തിയപ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയായി? v ആയി. 0-ൽ തുടങ്ങിയപ്പോൾ എത്ര വെലോസിറ്റി ആയിരുന്നു? u ആയിരുന്നു. അപ്പോൾ കൂടി 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 t എത്തിയപ്പോൾ നോക്കിയപ്പോൾ വെലോസിറ്റി അവിടെ എത്രയായി കിടക്കുന്ന? v, സ്മോൾ ലെറ്റർ v. ഇതിനൊക്കെ പല സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷനിലോട്ടാണ് എത്താനുള്ളത്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ കൊടുത്ത ലെറ്റർ ഏതാ? u. ഫൈനൽ വെലോസിറ്റിക്ക് കൊടുത്തത് v. സോ വെലോസിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. 0 എന്ന് എത്ര ടൈം വരെ? t എന്ന് പറഞ്ഞ ടൈം വരെ എത്തിയപ്പോൾ u എന്ന് പറഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് v എന്ന് പറഞ്ഞ ഫൈനൽ വെലോസിറ്റിയിലേക്ക് ബോഡി എത്തി. then നമുക്ക് വേണ്ടത് s is equal to ut plus half at square എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് എത്തുക. അപ്പോൾ നമുക്കറിയാം ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് തരും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ത് തരും? ഡിസ്പ്ലേസ്മെന്റ് തരും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഇതിന്റെ ഏരിയ എടുത്താൽ ഇവിടുത്തെ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഈ ഇക്വേഷനിൽ കണ്ടുപിടിക്കുക. അതാണ്ടാ s is equal to ut plus half at square എന്നാണ്. അതിലോട്ടാണ് എത്തിക്കാറുള്ളത്. സോ ഈ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് രീതിയുണ്ട്. ഒന്നെങ്കിൽ ഇതൊരു ട്രയാങ്കിളും റെക്റ്റാങ്കിളും ആക്കി സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ഒരു ട്രപ്പീസിയമായി കൺസിഡർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്തേക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇതിനാണ് ഒരു ട്രപ്പീസിയമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എങ്ങനെയാണ്? a is equal to half into h into a plus b. അപ്പോൾ h എന്താണ്, a എന്താണ്, b എന്താണ്? സാധാരണ ഒരു ട്രപ്പീസിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ h എന്ന് പറഞ്ഞാൽ ട്രപ്പീസിലെ പാരൽ തമ്മിലുള്ള സൈഡുകളില്ലേ, അവ തമ്മിലുള്ള അകലത്തിനെയാണ് h എന്ന് വിളിക്കുന്നത്. പാരൽ സൈഡ്സിന്റെ ഇവിടെ ഇപ്പോൾ ഏതൊക്കെയാണ് പാരൽ സൈഡ്? ഇതാണ് ഇതും ഇത് ഞാനിപ്പോൾ പഠിപ്പിച്ച് വരയ്ക്കാം. ഈ രണ്ട് പാരൽ സൈഡാണ് ഇവിടെ ഉള്ളത്. അത് തമ്മിലുള്ള അകലം എന്താ? ഈ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തൊട്ട് വരയ്ക്കാം. ഈ ഒരു അകലമാണ് നമുക്കിവിടെ h ആയിട്ട് കിട്ടുന്നത്. a എന്തുവാണ്? a ഈ പാരൽ സൈഡിന്റെ നീളമാണ്. ഇതും b എന്ന് പറയുന്നത് അത് വേണം തിരിച്ച് മറിച്ച് കൊടുക്കും. അപ്പോൾ ഇവിടുത്തെ a ഇതും ഇവിടുത്തെ b ഇതുമാണ്. h എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ഇതാണ് ഇവിടെ തുടക്കം. അപ്പോൾ we know ഏരിയ ഓഫ് ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ പേര് എഴുതാം വേണമെങ്കിൽ എല്ലാം നമ്മൾ ഡെറിവേഷൻ എഴുതുമ്പോൾ എഴുതണം. ട്രപ്പീസിയത്തിന് ഇവിടെ ഒരു പേര് കൊടുക്കാം. എന്തെങ്കിലും a b c d. സാധാരണ നമ്മൾ കൊടുക്കുന്ന പേര് a b c d ആണ് ട്രപ്പീസിയത്തിന്റെ പേര്. അപ്പം ഏരിയ ഓഫ് ട്രപ്പീസിയം a b c d is equal to half h into a plus b. ഓക്കെ, പിന്നെ ഞാൻ സ്റ്റെപ്പുകളാണ് എഴുതാൻ പോകുന്നത്. അത് അവിടെ വേണം കേട്ടോ, അതൊന്നാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ ഏരിയ നമുക്കറിയാം a is equal to എന്താണ്? half into h into a plus b. ഇവിടെ h ന് പകരം വരുന്ന നമ്പർ പറ. ഈ ഏരിയ എന്തിന് തുല്യമാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റിന് തുല്യമാണെന്നല്ലേ? അത് അവിടെ എഴുതണം. we know ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. നമുക്കറിയാം എന്താണ്? സമയപ്രവേഗ ഗ്രാഫിന്റെ പരപ്പളവ് എന്ത് നൽകും? ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം നൽകും. ഓക്കെ, മലയാളം വേണ്ടി വരെ അങ്ങനെ എഴുതാം. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്, അതറിയാമല്ലോ. അപ്പൊ നമുക്ക് ഏരിയ, അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കുന്ന? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കൊടുത്തേക്കുന്ന ലെറ്റർ ഏതാ? എസ്. ഇനി ഹാഫ് അതേപോലെ എഴുതി. ഇവിടെ h എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഒരു നീളം അല്ലേ? ഈ ഒരു നീളം എന്തിന് തുല്യമാണെന്ന് നോക്കിയാണ്? 0 മുതൽ t വരെയുള്ള അകലത്തിന് തുല്യമല്ലേ? അല്ലേടെ? അപ്പൊ അവിടുത്തെ ആ നീളം എന്ന് പറഞ്ഞാൽ എത്ര തുല്യമാണ്? ഇവിടെ ഇപ്പൊ 5 ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നീളം കണ്ടുപിടിക്കുന്നത്? 5 - 0 എന്നല്ലേ? ഇവിടെ ഉള്ള നീളം കണ്ടുപിടിക്കുന്നത് 5 - 0 എന്നല്ലേ? അപ്പൊ ഇവിടെ t ആയിരുന്നു. അപ്പൊ t - 0 എന്ത് തന്നെ?
ഏത് സംഖ്യ ടി 0 കുറച്ച് കഴിഞ്ഞാൽ എന്ത് തന്നെ ടി എന്ന് കിട്ടും. ഇൻറ്റു എയും ബിയും. ഇതാ ഈ ഒരു പൊക്കം. ഈ ഒരു പൊക്കം എന്തിനു തുല്യമാണ്? ഇവിടെ 0 തൊട്ട് എവിടെ വരെയാണ്? യു വരെയുള്ളതാണിത്. അപ്പം യു ആണത്. എക്ക് തുല്യമായിട്ട് വരുന്നതാണ് യു. ഇനി ബിക്ക് തുല്യമായി വരുന്നുണ്ട് ഇത്രയും പൊക്കം. ഈ ഒരു പൊക്കവും തുല്യമല്ലേ? ഇവിടെ ഇത് റെക്റ്റാങ്കിൾ അല്ലേ? ഇത് ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലേ? സോ ഇതോട്ട് ഇവിടം വരെയുള്ള പൊക്കവും ഇതോട്ട് ഇവിടം വരെയുള്ള പൊക്കവും തുല്യമാണ്. എന്തിനാണ് അങ്ങനെ ഇവിടുത്തെ നോക്കണം? കാരണം ഇവിടം വരെയുള്ള അകലം നമുക്ക് അറിയാത്രയാണ് വി ആണ്. y ആക്സിസ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന അകലമാണത് വി. ഇവിടെ തൊട്ട് ഇവിടെ വരെ വിയും ഇവിടെ തൊട്ട് ഇവിടെ വരെ യു ആണ്. സോ ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? ബി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ എഴുതുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തത് ഏരിയ ഓഫ് ട്രപ്പീസിയം, അതിൻ്റെ ഇക്വേഷൻ അറിയണം. ആ ഇക്വേഷനകത്ത് ഈ തന്നേക്കണ ഗ്രാഫ് ഒന്ന് ഓരോ കാര്യങ്ങൾ എടുത്ത് എഴുതാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഏരിയ ആണ് എന്ത് തരുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള എസ് തരുന്നത്. അത് ഇത്രയും അറിയാമെങ്കിൽ ഈ ബാക്കി നമ്മൾ മാത്സ് പഠിച്ചതാണ്. ഇനി നമ്മൾ മാത്സ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. എങ്ങനെ ചെയ്യും? ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു അകത്ത് വിളിക്കുക. ഹാഫ് ഇൻറ്റു ടീനെ അകത്ത് വിളിക്കുക. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു യു പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു വി. ഇൻറ്റു വി ഒക്കെ ഞാൻ ചേർത്തായത്. അപ്പോൾ ഹാഫ് ടി യു പ്ലസ് ഹാഫ് ടി വി. അപ്പോൾ ഈ ടി രണ്ടാമതിരുന്നതാണ് നമുക്ക് പറയാൻ എളുപ്പം. അതുകൊണ്ട് അറേഞ്ച് ചെയ്ത് ഹാഫ് യു ടി പ്ലസ് ഹാഫ് വി ടി എന്നാണ്. അപ്പോൾ ഹാഫ് യു ടി പ്ലസ് ഹാഫ് വി ടി. ഒന്ന് ശ്രദ്ധിച്ചേ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ ഇരുന്നാ? അല്ലായിരുന്നാടേ? അല്ലായിരുന്നാ? അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ടൈമിൽ കണ്ട ഒരു ഹാഫ് വന്നിട്ടുണ്ട്. യു ടി അവിടെ ആയിട്ടുണ്ട്. അപ്പൊ യുവും ടിയും അവിടെ വേണം. ഇനി അവിടെ വേണ്ടാത്ത കണ്ട വിയും ടി ഒക്കെയാണ്. അപ്പൊ അവിടെ നമുക്ക് വിയും ടി വേണം, പക്ഷെ വി വേണമെന്നില്ല. അപ്പൊ വിക്ക് നമുക്ക് മാറ്റി വേറൊരു അക്കം കൊടുക്കണം, അല്ലെങ്കിൽ എ ഒക്കെ കൊണ്ടുവരണം. അതാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നോക്കുക. ഈ ബാക്കി സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ടാണ് എഴുതാൻ പോകുന്നത്. നോക്കടേ, ശ്രദ്ധിക്കേ. ഇപ്പൊ ലാസ്റ്റ് എഴുതി നിർത്തിയിരുന്നത് എന്തായിരുന്നു? എസ് ഇസ് ഈക്വൽ ടു ഹാഫ് യു ടി പ്ലസ് ഹാഫ് വി ടി. ഇവിടെ വിക്ക് പകരം നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ യു പ്ലസ് എ ടി കൊടുക്കുക. വിക്ക് പകരം എന്ത് കൊടുക്കുക? യു പ്ലസ് എ ടി കൊടുക്കുക. അപ്പൊ ഇവിടെ ഹാഫ് യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു വിക്ക് പകരം യു പ്ലസ് എ ടി. അപ്പൊ അതിനെ ടി കൊണ്ട് ഗുണിക്കണം. വിനെ മൊത്തത്തിൽ ടി കൊണ്ട് ഗുണിക്കണം. സോ വിക്ക് പകരം നമ്മൾ യു പ്ലസ് എ ടി കൊടുക്കുക. അതിപ്പം ബ്രാക്കറ്റിൽ കൊടുക്കണം. അല്ലെങ്കിൽ ആ ടീനെ മാത്രമേ നമ്മൾ അവസാനം ടി കൊണ്ട് ഗുണിക്കും. വിക്ക് പകരമുള്ള എന്താണോ അതിന് എല്ലാത്തിനെയും എന്തുകൊണ്ട് ഗുണിക്കണം? ടി കൊണ്ട് ഗുണിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വി സിക്കൽ യു പ്ലസ് എ ടി എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഇട്ട് ടി കൊടുത്തത്. അപ്പോൾ ടി കൊണ്ട് ഇതിനെ മുഴുവൻ ഗുണിക്കണമെന്ന് അർത്ഥമായി. സോ പഴയ പോലെ ഹാഫ് ഇൻറ്റു യു ടി പ്ലസ് ഈ ഹാഫ് കൊണ്ട് അകത്ത് ഗുണിക്കുക, ടി കൊണ്ടും അകത്ത് ഗുണിക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ത് വരും? ഹാഫ് ഇൻറ്റു യു ഇൻറ്റു ടി. യുവിനെ ഹാഫ് കൊണ്ടും ഗുണിക്കണം, ടി കൊണ്ടും ഗുണിക്കണം. അപ്പോൾ ഹാഫ് ഇൻറ്റു യു ഇൻറ്റു ടി, ഹാഫ് യു ടി എന്ന് കിട്ടി. രണ്ടാമത്തെ ടൈമോ ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി ഇൻറ്റു ടി എന്താവും? ടി സ്ക്വയർ ആവും. ടി ഇൻറ്റു ടി ടി സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് നോക്കിയാണ്, എത്തിയോ? ഫസ്റ്റ് ടൈം നമുക്ക് ഹാഫ് യു ടി പ്ലസ് ഹാഫ് യു ടി. അര യു ടി പ്ലസ് അര യു ടി. പകുതി ഉള്ള യു ടി ആണ്. ഹാഫ് യു ടി പ്ലസ് ഹാഫ് യു ടി. അപ്പോൾ അരയും ചേരുമ്പോൾ എത്രയാവും? ഹാഫും ഹാഫും ചേരുമ്പോൾ എത്രയാവും? ഒന്നാവത്തില്ലേ? അപ്പോൾ ഹാഫ് യു ടി പ്ലസ് ഹാഫ് യു ടി എത്രയാണ്? ഒരു യു ടി, അതായത് യു ടി തന്നെ അല്ലേ? അപ്പോൾ ഇത് ഈക്വൽ ടു യു ടി പ്ലസ് ബാക്കി നമുക്കറിയാം എന്ത് തന്നെ? ഹാഫ് എ ടി. ലെഫ്റ്റ് സൈഡ് എന്തുവാ? എസ്. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിലോട്ട് എത്തി. അപ്പോൾ ഇത് സ്റ്റെപ്പുകൾ ഓരോന്നും നോക്കി നോക്കി പഠിക്കുക. ഡൗട്ടുകൾ കമൻസിൽ ഇടുക. അപ്പോൾ സ്റ്റെപ്പുകൾ നമ്മൾ രണ്ടുമൂന്ന് തവണ എഴുതി പഠിച്ചാലേ ഇത് ക്ലിയർ ആവും. ഇവിടെ അപ്പം നമ്മൾ ചെയ്തത് ആദ്യം ഗ്രാഫ് ഏരിയ ഓഫ് ട്രപ്പീസിയത്തിന്റെ കാര്യങ്ങൾ എടുത്ത് എഴുതി. ലാസ്റ്റ് വിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. വിക്ക് പകരം വേറൊരാളെ കൊടുത്തു. ആരാണ്? ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആയിരുന്നു. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള കാര്യം നമ്മളിവിടെ കൊടുത്തു. ആൻസർ കിട്ടി. ബാക്കി മാത്സ് ആണ് നമ്മൾ മാത്സ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചപ്പോൾ ലാസ്റ്റ് ഹാഫ് യു ടി പ്ലസ് ഹാഫ് യു ടി ഒരു യു ടി. ഇവിടെ ഒരു യു ടി എന്നാണ്. ഒന്ന് എന്താ? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഒന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാം ഇക്വേഷൻ. ഈ രണ്ട്